ഈ അനുഗ്രഹീതമായ നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവസഭയുടെ ഓവർസിയർ ബഹുമാനപ്പെട്ട CC തോമസ് സാർ, അസിസ്റ്റന്റ് ഓവർസിയർ PG മാത്യു സാർ, കൗൺസിൽ സെക്രട്ടറി പാസ്റ്റർ J. ജോസഫ് അവറുകൾ, കൗൺസിൽ മെമ്പേഴ്സ്, ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ്, കർണാടകയുടെ ഓവർസിയർ ആയിരിക്കുന്ന പാസ്റ്റർ M. കുഞ്ഞപ്പി അവറുകൾ, സൗദി ഓവർസിയർ പാസ്റ്റർ രാജൻ ഷോമേൽ, അനുഗ്രഹീതന്മാരായ ഇതര കർത്തൃദാസന്മാർ, ദൈവകരങ്ങളിൽ വളരെ ശക്തമായി പ്രയോജനപ്പെടുന്ന കർത്തൃദാസന്മാർ, ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു. വിശേഷിച്ച് എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള എല്ലാ കർത്തൃദാസന്മാരെയും ഓർത്ത് ഇന്ന് രാത്രിയിൽ ദൈവത്തെ സ്തുതിക്കുന്നു. വചനം കേൾക്കുവാൻ ആവേശപൂർവ്വം വന്നുയർന്നിട്ടുള്ള എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രാത്രിയിൽ ഈ ശുശ്രൂഷയുടെ പ്രാരംഭ സമയങ്ങളിൽ ശുശ്രൂഷയിൽ എന്നെ വാക്കുകൾ കൊണ്ട് താങ്ങുകയും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ആ നിലകളിൽ ശുശ്രൂഷയ്ക്കായി എനിക്ക് കൈത്താങ്ങൽ നൽകുകയും ചെയ്ത എല്ലാ കർത്തൃദാസന്മാരെയും ഈ സമയത്ത് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രാത്രി നമ്മുടെ കണ്ണുകളെ ദൈവസന്നദ്ധനാണ്, എല്ലാ കണ്ണുകളും ദൈവസന്നദ്ധനാണ്. ചാട്ടെ ചില മിനിറ്റുകൾ ഒരുമിച്ച് കർത്താവിന് നന്ദി പറയാം. ചില മിനിറ്റുകൾ ഒരുമിച്ച് കർത്താവിന് നന്ദി പറയാം. ദയവായി എല്ലാ കണ്ണുകളും കർത്തൃസന്നദ്ധയിൽ അടച്ചാട്ട്. വിണ്ണിലെന്റെ വീടൊരുക്കി വേഗം വന്നിടും പ്രിയന. ഒരുമിച്ച് പാടിയാട്ട്. വിണ്ണിലെന്റെ വീടൊരുക്കി വേഗം വന്നിടും പ്രിയന. വേല ചെയ്തൻ നാളുകൾ തീർന്ന്, വേല ചെയ്തൻ നാളുകൾ തീർന്ന് വീട്ടിൽ ചെല്ലും ഞാനോടുവിൽ. സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. ഒരുമിച്ച് പാടിയാണ്ട്. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലും എനിക്കേകിയോ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലും എനിക്കേകിയോ. ഒരുമിച്ച് പാടിയാലേ. യാചിക്കാത്ത നന്മകൾ പോലും എനിക്കേകിയോ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലും എനിക്കേകിയോ സ്തുതി. രാജാതിരാജാവും കർത്താതി കർത്താവുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹീതമായി രാത്രിക്ക് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ആത്മമണ്ഡലത്തെ തുറക്കണമേ, ദുരാത്മമണ്ഡലങ്ങളെ കീഴടക്കണമേ. രക്ഷിക്കപ്പെടുന്നവരുടെ സേവകാത്മാക്കളായ ദൂതന്മാരെ ഇന്ന് രാത്രിയിൽ ഈ ശുശ്രൂഷയിൽ സഹായിപ്പാൻ ഞങ്ങളുടെ നടുവിൽ ഇറക്കി നിർത്തണമേ. കർത്താവ്, ഞങ്ങളുടെ ഗോളിനെ സെറ്റ് ചെയ്യുന്നത് പോലെ, ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് പോലെ ഇന്ന് രാത്രി അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ നടുവിൽ ചലിച്ച്
വചനത്തിന് മുമ്പിൽ ഒരു പുതിയ തീരുമാനത്തിലേക്ക് ഈ രാത്രി ജനത്തെ അവിടുന്ന് നടത്താൻ പോകുകയാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി അത്ഭുതകരമാർന്നത് ഞങ്ങൾ അങ്ങയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അവർ പുറപ്പെട്ട എല്ലായിടത്തും പ്രസംഗിച്ചു, കർത്താവ് അവരോട് കൂടെ ഇരുന്ന് പ്രവർത്തിച്ചുവെന്ന് വായിക്കുന്നത് പോലെ ഇന്ന് രാത്രി ഞങ്ങളോട് കൂടെ ഇരുന്ന് പ്രവർത്തിക്കുന്ന ഇവിടുത്തെ വിശ്വസ്തതയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. തിരുവെഴുത്തുകളെ തിരിച്ചറിയാൻ കർത്താവ് ഈ ജനത്തിന്റെ ബുദ്ധിയെ തുറക്കണമേ. ദൈവ സാന്നിധ്യത്തെ തികഞ്ഞ തുറന്ന മനസ്സോടെ സ്വീകരിക്കുവാൻ കർത്താവ് ഈ ജനത്തിന്റെ മേൽ അവിടുത്തെ നിറവ് പകരാൻ പോകുകയാൽ സ്തോത്രം. ഈ ഗ്രൗണ്ട്, ഈ പന്തൽ, ഈ അന്തരീക്ഷം മുഴുവൻ അവിടുത്തെ ശക്തി കൊണ്ടും അവിടുത്തെ സാന്നിധ്യം കൊണ്ടും നിറയപ്പെടുന്നതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്ന് രാത്രി അവിടുത്തെ കൃപയിൽ മറിയുന്നു. കർത്താവ് സംസാരിക്കും. എല്ലാറ്റിനും നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. സന്തോഷമായിരിക്കുന്നവർ കരങ്ങൾ ഉയർത്തി അത്യുച്ചത്തിൽ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി ഇന്ന് രാത്രി കർത്താവ് നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രാത്രി അനുവദനീയമായ സമയത്തിന്റെ പരിധിക്കകത്ത് പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥനയിൽ എന്നോട് ഇടപെട്ട ചില കാര്യങ്ങൾ വേഗം പങ്കുവെച്ച് പ്രാർത്ഥിച്ച് യോഗം അവസാനിപ്പിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു തീം ഇന്ന് രാത്രിയിൽ നമുക്ക് ദൈവം നൽകിയിട്ടുണ്ട്. എഴുന്നേറ്റ് പണിയുക. ആ തീമിൽ 100% നിന്നുകൊണ്ടല്ലെങ്കിലും അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പുതിയ നിയമ കാഴ്ചപ്പാടിൽ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ച് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമ്മൾ ഒരു പണിയിലാണ്. പക്ഷെ നെഹമ്യാവ് പണിതതുപോലെ ഒരു മതിലിന്റെ പണിയിലോ ഒരാലയത്തിന്റെ പണിയിലോ അല്ല. പണിയാൻ നമുക്ക് പുതിയ നിയമസഭയ്ക്ക് ഒട്ടനവധി കാര്യങ്ങളുണ്ട്. കൃഷി എന്നുള്ള നിലയിൽ നമ്മൾ തോട്ടത്തിലെ വേലക്കാരാണ്. ഗ്രഹനിർമ്മാണം എന്നുള്ള നിലയിൽ ജീവനുള്ള കല്ലുകൾ ആയി തന്നെ ക്രിസ്തു എന്ന മൂലക്കല്ലിൽ അപ്പോസ്തലന്മാർ എന്ന അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു നിർമ്മാണത്തിലാണ്. ഗ്രഹവിചാരകന്മാർ എന്നുള്ള നിലയിൽ നമ്മൾ അതിൻ്റെ വിശ്വസ്തന്മാരായ കൈമാറ്റക്കാരാണ്. ഇങ്ങനെ ഒട്ടനവധി വിശേഷതകൾ കൊണ്ട് ചിന്തിക്കുവാൻ കഴിയുന്ന അനുഗ്രഹീതമായ ഒരു തീം ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തന്നിട്ടുണ്ട്. ഈ തീമിനെ ആസ്പദീകരിച്ചുകൊണ്ട് ഏതാണ്ട് നീതി പുലർത്തിക്കൊണ്ട് എഫേസ്യ ലേഖനത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ചിട്ട് വേഗം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ ഇന്ന് രാത്രിയിൽ കർത്താവിൽ ശരണപ്പെടുകയാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. ഒന്നും കൂടെ ആ വാക്യം ഞാൻ ആവർത്തിക്കുന്നു. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. ഈ വാക്യത്തെ ആസ്പദീകരിച്ചുകൊണ്ട് വേഗം ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. നമുക്കറിയാം, പൗലോസിന്റെ ലേഖനങ്ങളുടെ കൂട്ടത്തിൽ ക്രിസ്തുശാസ്ത്ര ലേഖനങ്ങൾ എന്ന് വിളിക്കുവാൻ കഴിയുന്ന 3 ലേഖനങ്ങളാണുള്ളത്. ഒന്നാമത്തെ ലേഖനം എഫീസ് ലേഖനം, 2-ാമത്തെ ലേഖനം ഫിലിപ്പിയ ലേഖനം, 3-ാമത്തെ ലേഖനം കൊലോസിയ ലേഖനം. അതിൽ എഫേസ്യ ലേഖനം എന്ന് പറയുമ്പോൾ തലയായ ക്രിസ്തുവിന്റെ ശരീരമായ സഭയുടെ വെളിപ്പാടാണെങ്കിൽ കൊലോസിയ ലേഖനം ശരീരമായ സഭയുടെ തലയായ ക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ കിടക്കുന്ന കൊലോസിയ ലേഖനം യേശു ക്രിസ്തുവിന്റെ ജഡധാരണം, താഴ്ചയുടെ മർമ്മം, അവന്റെ മരണം, അവന്റെ ഉയർപ്പ്, മഹിമയുടെ വലഭാഗെ അവിടുത്തെ സ്ഥാനം ഇത്യാദി കാര്യങ്ങളെ കാരണസഹിതം വിശദീകരിക്കുകയാണ്. അതിൽ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പൂർവകാല നിത്യത മുതൽ ഇന്ന് ഈ വർത്തമാന കാലം വരെ പിതാവായ ദൈവം, പുത്രനായ ക്രിസ്തു, പരിശുദ്ധാത്മാവാൻ ദൈവം എന്ന തൃത്വ ആളത്വം നമുക്ക് വേണ്ടി തയ്യാറാക്കിയ രക്ഷാപദ്ധതിയുടെ ശരിയായ വിശകലനമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 2-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ ആ രക്ഷാപദ്ധതി പൂർണ്ണമായി അനുഭവിക്കുവാൻ യാതൊരുവിധ യോഗ്യതയും ഇല്ലാതിരുന്ന നമ്മുടെ മേൽ ദൈവം തമ്മെ സ്നേഹിച്ച മഹാസ്നേഹത്താൽ മഹാപാപികളായ നമ്മുടെ മേൽ ഇറങ്ങി വന്ന രക്ഷയെ വിവരിക്കുകയാണ്. ആ കൂട്ടത്തിൽപ്പെടുന്ന ഒരു വാക്യമാണ് ഇന്ന് രാത്രി നമ്മൾ ഇവിടെ വായിച്ചിട്ടുള്ളത്. ഒരിക്കൽ കൂടി ആ വാക്യം വായിക്കുക. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ആ ഭാഗത്ത് ചിന്തിക്കുവാനുള്ളത്. ഒന്ന്,
നാം അവന്റെ കൈപ്പണിയാകുന്നു. എല്ലാവരും കൂടെ ഒന്ന് പറയാമോ? നാം അവന്റെ കൈപ്പണിയാകുന്നു. രണ്ടാമത്തെ കാര്യം, നാം സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നാം ചെയ്തു പോരേണ്ടതിന് അവ നമുക്കായി മുന്നൊരുക്കിയിരിക്കുകയാണ്. ഈ 3 ഭാഗങ്ങളിൽ ആദ്യത്തെ 2 ഭാഗം ലഘുവായും മൂന്നാമത്തെ ഭാഗം അല്പം വിശാലമായും ചിന്തിക്കുവാൻ ഇന്ന് രാത്രി കർത്താവിൽ ശരണപ്പെടുകയാണ്. അതിൽ ഒന്നാമത്തെ ഭാഗത്തേക്ക് വരികയാണ്. നാം അവന്റെ കൈപ്പണി. നാം അവന്റെ കൈപ്പണി. കൈപ്പണി എന്ന് പറയുമ്പോൾ സാധാരണയായി നമ്മൾ അതിനെ ചിന്തിക്കുന്ന ഒട്ടനവധി അർത്ഥങ്ങൾ ഉണ്ടെങ്കിലും അതിന്റെ ഗ്രീക്ക് ഭാഷാന്തരത്തിലേക്ക് വരുമ്പോൾ പൊയ്മ എന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിന് വർക്ക്മാൻഷിപ്പ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ്, ഫാബ്രിക് ഇത്യാദി അർത്ഥങ്ങളാണ് അതിന് സാധാരണയായി കൊടുത്തിട്ടുള്ളത്. ഈ വർക്ക്മാൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു ശില്പിയുടെ കരകൗശലശാലയിലെ ഏറ്റവും മികച്ച സൃഷ്ടിയെ വിളിക്കുവാൻ കഴിയുന്ന പേരാണ് വർക്ക്മാൻഷിപ്പ്. ഇന്ന് രാത്രി ഇവിടുത്തെ ശില്പി ഏതെങ്കിലും ഒരു മനുഷ്യനല്ല, ഒരു ആർക്കിടെക്ട് അല്ല. പിന്നെ ആരാണ് ഇവിടുത്തെ ശില്പി? ദൈവമാണ് ഇവിടുത്തെ ശില്പി. ദൈവം എന്ന ശില്പിയുടെ ശില്പചാതുര്യതയ്ക്ക് ഒട്ടനവധി വൈശിഷ്ട്യതകളുണ്ട്. മനുഷ്യന്റെ സൃഷ്ടി പോലെ അല്ല ദൈവത്തിന്റെ സൃഷ്ടി. ദൈവത്തിന്റെ സൃഷ്ടിയുടെ സവിശേഷത എന്താ? അക്കമിട്ട് നിരത്തി പറയുവാൻ കഴിയും. വിശാലമായി പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് 1-2 കാര്യങ്ങൾ പറയാൻ. മനുഷ്യന് ചെയ്യാൻ കഴിയാത്തതും മനുഷ്യന്റെ ബുദ്ധിക്ക് അപ്രമേയമായതുമായ പ്രവർത്തികളാണ് ദൈവം ചെയ്യുന്നത്. മനുഷ്യൻ ചെയ്യുന്നതാണ് ദൈവം ചെയ്യുന്നതെങ്കിൽ ദൈവത്തിന്റെ ആവശ്യമില്ല. മനുഷ്യന് ചെയ്യാൻ കഴിയാത്തത്, അതിനെ ഒന്ന് ഉദാഹരിച്ചാൽ റോമാലേഖനം പറയുന്നു, മരിച്ചതിനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ദൈവപ്രവൃത്തി. ഇങ്ങനൊരു ദൈവപ്രവൃത്തി ഉലക ചരിത്രത്തിൽ ഒരുവനും ചെയ്യാൻ കഴിയത്തില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹം ദൈവമായിരിക്കണം. അങ്ങനെ ഒരു ദൈവം വേറെ ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ദൈവം തന്നെ ചെയ്യുന്ന കാര്യമാണ് ഈ കൈപ്പണി, ദൈവത്തിന്റെ ഈ പ്രവൃത്തി എന്നൊക്കെ പറയുന്നത്. ഇന്ന് രാത്രി മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ശബ്ദമുയർത്തിയും ഒരിക്കൽ കൂടെ. അതുകൊണ്ട് ദൈവത്തിന്റെ ശില്പിയും ദൈവത്തിന്റെ സൃഷ്ടി, ദൈവത്തിന്റെ കൈപ്പണി എന്നൊക്കെ പറയുമ്പോൾ എന്താണ് വാസ്തവത്തിൽ അർത്ഥമാക്കുന്നത്? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഈ കാണുന്ന അണ്ടകടാഹത്തെ ഉണ്ടാകട്ടെ എന്ന ഒറ്റ ഉച്ചാരണം കൊണ്ട് ചന്തമായി ഉചിതമായി പണിതെടുത്ത പെരും തച്ചനാണ് ഇന്ന് രാത്രി നമ്മുടെ ദൈവം. ഉണ്ടാകട്ടെ എന്ന ഉച്ചാരണം കൊണ്ടാണ് ഈ കാണുന്ന സർവത്തെയും ദൈവം ഉണ്ടാക്കിയതെങ്കിൽ മനുഷ്യനെ ദൈവം ഉണ്ടാകട്ടെ എന്ന ഉച്ചാരണത്തിലല്ല ഉണ്ടാക്കിയത്. പിന്നെ ദൈവം മനുഷ്യനെ എങ്ങനെയാണ് ഉണ്ടാക്കിയത്? ഏദൻ തോട്ടത്തിന്റെ പൂഴിമണ്ണിൽ ദൈവം താണിരുന്നിട്ട് ദൈവത്തിന്റെ കരാങ്കുലികളുടെ കാമ്യ കലാരൂപമായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഇതെല്ലാം കൂടെ ചേർത്താണ് ദാവീദ് പറയുന്നത്, നീ അത്ഭുതവും ഭയങ്കരവുമായി, ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുകയാൽ. ഇതെല്ലാം പോരാഞ്ഞിട്ട് അത്ഭുതവും ഭയങ്കരവുമായി എന്നെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ സ്ഥിതി അതൊന്നും ഞാൻ വിവരിക്കുന്നില്ല. ഇതെല്ലാം പോരാഞ്ഞിട്ട് ത്രിവിധ ഘടനകളോടുകൂടി, ദേഹം, ദേഹി, ആത്മാവ് എന്നീ ത്രിവിധ ഘടനകളോടുകൂടി ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ആത്മാവ് കൊണ്ട് ദൈവത്തെ അറിയാൻ, ഈ ജഡം കൊണ്ട് ഭൂമിയെ അറിയാൻ, നമ്മുടെ അകത്തെ ദേഹി കൊണ്ട് നമ്മെ അറിയാൻ എന്ന് പറയുമ്പോൾ ആത്മാവായ ദൈവത്തെ ഒരുവൻ തിരിച്ചറിയുന്നെങ്കിൽ ആത്മാവ് കൊണ്ട് മാത്രമായിരിക്കും. ജഡം കൊണ്ട് ദൈവത്തെ അറിയാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് റോമാലേഖനം പറയുന്നത്, നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. അപ്പോൾ ദൈവം ഇടപെടുന്നത് ആത്മാവിനോടാണ്. എന്നാൽ എൻ്റെ വൈകാരികതകളും എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ അനിഷ്ടങ്ങളും മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദേഹി കൊണ്ട് ഞാൻ എന്നെ അറിയുകയാണ്. എന്നാൽ എൻ്റെ ദേഹം കൊണ്ടോ ത്വക്ക് തൊട്ടും, മൂക്ക് കൊണ്ട് മണത്തും, നാവ് കൊണ്ട് രുചിച്ചും, കണ്ണുകൊണ്ട് കണ്ടും, കാതുകൊണ്ട് കേട്ടും, പഞ്ചേന്ദ്രിയങ്ങളാൽ ഞാൻ ഈ ലോകത്തെ അറിയുക. അപ്പോൾ അതിശയകരമായി ഭയങ്കരമായി ദൈവം എന്നെ സൃഷ്ടിച്ചിരിക്കുക. ഇതെല്ലാം കൂടെ ചേർത്താണ് എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, നാം ദൈവത്തിന്റെ കൈപ്പണിയാകുന്നു. ഇന്നത്തെ ശാസ്ത്രം ഇത്ര വികസിച്ചിട്ടും ശാസ്ത്രത്തിന്റെ കണ്ണിന് ഇന്നും പറയാൻ കഴിയാത്ത ഒട്ടനവധി സംഭവങ്ങൾ ഉൾക്കൊണ്ട ഒരു മനുഷ്യൻ. ഈ മനുഷ്യൻ ദൈവത്തിന്റെ കൈപ്പണിയാണ്. ഈ കൈപ്പണിയായ മനുഷ്യൻ ദൈവത്തിന്റെ നിത്യത്വത്തിനും ദൈവത്തിന്റെ
ദൈവത്തിന്റെ തേജസ്സിനും പങ്കാളിയായി ഈ ഭൂമിയിൽ വാഴണമെന്നാണ് ദൈവം ആഗ്രഹിച്ചതെങ്കിലും മനുഷ്യൻ അമ്പേ പരാജയമായി പോയി. ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ പരാജയമായി പോയി. അങ്ങനെ പരാജയമായി പോയ മനുഷ്യനെ ദൈവം അവിടെ ഒരു വാഗ്ദത്തം കൊടുക്കുകയാ. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. അതിനെ നമുക്ക് വിളിക്കുവാൻ കഴിയുന്ന പേരാണ് പ്രോട്ടോ ഇവാഞ്ചലിസം, സ്ത്രീയുടെ സന്തതി. അവിടെ മുതൽ ഈ പരാജയപ്പെട്ടു പോയ മനുഷ്യനെ പുനഃസൃഷ്ടിക്കാൻ ദൈവം ആവിഷ്കരിച്ച എന്തോ ഒരു ബൃഹത്തായ പദ്ധതിയുടെ വിശകലനം നമുക്ക് പഴയ നിയമങ്ങളിൽ കാണുവാൻ ഇടവരുന്നു. അതുകൊണ്ടാണ് കർത്താവ് ഒലിവുമലയിൽ കരമുയർത്തി അനുഗ്രഹിച്ച സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ്, എനിക്ക് ഇച്ചിരി കൂടെ മോണിറ്റർ തന്നാ നല്ലതാണ്, സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് അവരോട് പറഞ്ഞത്, മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിലും സങ്കീർത്തനത്തിലും പ്രവാചക പുസ്തകങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുക. ദൈവം അവരോട് ഇങ്ങനെ സംസാരിച്ച് വരികയാ. അങ്ങനെ വന്നപ്പോൾ എഫെസ്യ ലേഖനത്തിൽ പൗലോസ് അടുത്ത ഓർഡറിലേക്ക് കയറുന്നു. നാം ദൈവത്തിന്റെ കൈപ്പണിയാണ്. ആ കൈപ്പണിയായ മനുഷ്യനെ ദൈവം യേശു ക്രിസ്തുവിലൂടെ സൃഷ്ടിച്ചിരിക്കുക. ആ വാക്കുകളുടെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കണം. കൈപ്പണിയാണ്, കൈപ്പണിയാലാണ് നാം ഉണ്ടായത്. അമ്മയുടെ ഉദരത്തിൽ നാം മെനയപ്പെട്ടു എന്നൊക്കെയല്ല എഴുതിയിരിക്കുന്നത്. അത് ദൈവത്തിന്റെ കൈപ്പണിയാണ്. ഭയങ്കരമായി, അതിശയകരമായി ദൈവത്തിന്റെ കൈപ്പണിയാണ്. ഈ മനുഷ്യനെ യേശു കർത്താവിൽ സൃഷ്ടിക്കുകയാണ്. അതിനാ പുതിയ സൃഷ്ടി എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് മനസ്സിലാകാൻ പഴയ നിയമത്തിലെ ഒരു വാക്യം വായിച്ചാൽ മതി. യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലേ, നിന്നെ നിർമ്മിച്ചവനും. അപ്പം യാക്കോബിന്റെ അകത്ത് ദൈവം ഇസ്രായേലിനെ നിർമ്മിക്കുകയായിരുന്നു. മനസ്സിലാകുന്നവർ കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒന്നുകൂടെ ഞാൻ ആ വാക്ക് ഉച്ചരിക്കുക. യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും. അവിടെ ഓക്കെയാണ്. അടുത്തത് ഇസ്രായേലേ, നിന്നെ നിർമ്മിച്ചവനും എന്ന് പറഞ്ഞാൽ യാക്കോബ് എന്ന ആ പിതാവിന്റെ അകത്ത് ഇസ്രായേൽ എന്ന അടുത്ത ഒന്നിനെ ദൈവം സൃഷ്ടിച്ചു എന്നതുപോലെ ദൈവത്തിന്റെ കൈപ്പണിയായ നമ്മെ ക്രിസ്തുവേശുവിൽ പുനഃസൃഷ്ടിക്കുകയാണ്. ബൈബിൾ പറയുന്നു, ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു, പഴയത് കഴിഞ്ഞുപോയി. പ്രിയരെ, ഈ ഭൂമി സൃഷ്ടിക്കപ്പെട്ടു എന്ന് നാം പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 1:3 വായിക്കുമ്പോൾ സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, സകലതും ക്രിസ്തു മുഖാന്തരമാണ് ഉളവായതൊന്നും അവനെ കൂടാതെ അല്ല ഉളവായത്. അതുകൊണ്ട് തന്നെ യേശു കർത്താവിൽ നമ്മെ പുതിയതായി സൃഷ്ടിക്കുക. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ ലേഖനം 5:17 പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു. അപ്പം നഷ്ടപ്പെട്ടു പോയ നമ്മെ ക്രിസ്തുവിൽ പുതിയതായി സൃഷ്ടിക്കാൻ ദൈവത്തിന്റെ കൈപ്പണി. നഷ്ടപ്പെട്ടു പോയി, നഷ്ടപ്പെട്ടതിനെ വീണ്ടും പുനഃസൃഷ്ടിക്കാൻ ആമേൻ പിതാവായ ദൈവം അങ്ങ് പവിത്രതയിൽ, ഒന്നുകൂടെ പറഞ്ഞാൽ അങ്ങ് പൂർവകാല നിത്യത മുതൽ പദ്ധതി തയ്യാറാക്കുക. എഫെസ്യ ലേഖനം 1:4 അവിടുന്ന് നമ്മെ തിരഞ്ഞെടുത്തു എന്ന് ലോക സ്ഥാപനത്തിന് മുമ്പ്. അവിടുന്ന് 5 അവിടുന്ന് നമ്മെ ദത്തെടുത്തു. 6 അവിടുന്ന് നമ്മെ മുൻ നിയമിച്ചു. ഹല്ലേലൂയ എന്ന് പറഞ്ഞാലേ നമ്മളാരും പൊടുന്നനവയുണ്ടായ എന്തോ സാഹചര്യം കൊണ്ട് രക്ഷിക്കപ്പെട്ടവരല്ല. നമ്മളെ കർത്താവ് മുൻ നിയമിച്ചതാണ്. മുൻ നിയമിച്ചു എന്ന് പറയുമ്പോൾ മുൻകൂട്ടി അടയാളപ്പെടുത്തി എന്നാണ് അതിന്റെ അർത്ഥം. കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള ദൈവജനം ഇന്ന് രാത്രി ഇവിടെയുണ്ട്. ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ആരാധിക്കുന്ന ഒട്ടനവധി ആളുകൾ ഓൺലൈനിൽ നമ്മൾ കാണുന്നുണ്ട്. ഇതെല്ലാം ശരിയാണ്. ഇന്ന് രാത്രി നമ്മുടെ പരിസരങ്ങളിൽ, നമ്മൾ പാർക്കുന്ന ഇടങ്ങളിൽ എത്ര ആളുകൾ ഉണ്ടായിരുന്നു? അവരാരും രക്ഷിക്കപ്പെട്ടില്ലല്ലോ. ഇവിടെ ബൈബിൾ പറയുന്നു, ദൈവം നമ്മെ ഈ രക്ഷയ്ക്കായി ക്രിസ്തുവിൽ പുനഃസൃഷ്ടിക്കപ്പെടേണ്ടതിന് മുൻകൂട്ടി അടയാളപ്പെടുത്തി. ഹല്ലേലൂയ. ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട, ദത്തെടുക്കപ്പെട്ട, മുൻനിയമിക്കപ്പെട്ട നമ്മെ യേശു കർത്താവ് കാലസമ്പൂർണതയിൽ ഇറങ്ങി വന്ന് തൻ്റെ രക്തത്താൽ വീണ്ടെടുത്തു. പരിശുദ്ധാത്മാവ് ദൈവം എന്താ ചെയ്തത്? 1 അധ്യായം 14 വാക്യം വായിക്കുമ്പോൾ
വീണ്ടെടുപ്പിന്റെ നാളിനായി നമ്മെ മുദ്രയിട്ടിരിക്കുക. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. യേശു ക്രിസ്തു നമ്മെ വീണ്ടെടുത്തു. പരിശുദ്ധാത്മാവ് വീണ്ടെടുപ്പിൻ നാളിനായി നമ്മെ മുദ്രയിട്ടിരിക്കുക. അപ്പൊ ദൈവം നമ്മുടെ രക്ഷയ്ക്കായി, നമ്മുടെ പുനഃസൃഷ്ടിക്കായി പദ്ധതികൾ തയ്യാറാക്കി വരിക. എന്നാൽ നമ്മുടെ പൂർവകാല സ്ഥിതി ഒട്ടും ആശാവഹമല്ല. 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ചില വാക്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ഒട്ടും ആഗ്രഹിക്കത്തക്ക യാതൊരുവിധ ശ്രേഷ്ഠതയുള്ള ഒരു കൂട്ടമല്ല മനുഷ്യൻ. 1-ാമത്തെ വാക്യത്തിൽ 2:1 അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങൾ. അപ്പോ നമ്മൾ അതിക്രമത്തിൽ മരിച്ചവർ, നമ്മൾ പാപത്തിൽ മരിച്ചവർ. 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 3 വിധ അടിമത്വത്തിന്റെ ചരിത്രമാണ് പറയുന്നത്. ആ കാലത്ത് ഏത് അതിക്രമത്തിലും പാപത്തിലും മരിച്ച ആ കാലത്ത് 2-ാം വാക്യം പറയുക, ലോകത്തിന്റെ കാലഗതികളെയും ആകാശത്തിന്റെ അധികാരത്തെയും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനെ അധിപതിയായവനെയും നമ്മൾ അനുസരിച്ച് നടന്നു. 3 വിധ അടിമത്വം. അവിടുന്ന് 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പരിച്ഛേദനക്കാരാൽ അഗ്രചർമ്മികൾ എന്ന് വിളിക്കപ്പെട്ട് പ്രകൃതിയാൽ ജാതികളായിരുന്നു. 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഒട്ടും ആശയ്ക്ക് വകയില്ല. ക്രിസ്തുവിനെ കൂടാതെയുള്ളവർ, ലോകത്തിൽ ദൈവമില്ലാത്തവർ, അതങ്ങോട്ട് കഴിഞ്ഞ് ഇസ്രയേൽ പൗരതയോട് സംബന്ധമില്ലാത്തവർ, അതങ്ങോട്ട് കഴിഞ്ഞപ്പോൾ വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് പരദേശികൾ, അന്യർ, പിന്നിങ്ങോട്ട് വന്നു കഴിയുമ്പോ പ്രത്യാശയില്ലാത്തവർ. ഇങ്ങനെയുള്ള നമ്മെ 2-ാം അധ്യായം പറയുക, കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം ഇന്ന് രാത്രി ലഭ്യമായ രക്ഷയോർത്ത് ഹൃദയത്തിന്റെ അകത്തളത്തിൽ നിന്ന് ഒരു സ്തോത്രം പറയുവാൻ മനസ്സുള്ളവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിൽ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഇതുകൊണ്ടാണ് നമ്മൾ അനുഭവിക്കുന്ന രക്ഷയെ ഇത്ര വലിയ രക്ഷ എന്ന് പറയുന്നത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഈ ഉൽപ്രാവണം എന്ന് പറയുന്ന ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ സാധാരണ ഞാൻ പ്രസംഗിക്കുമ്പോൾ യേശു ക്രിസ്തു ജഡാവതാരം ചെയ്തതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വരുമ്പോൾ പാടുന്ന ഒരു പാട്ടുണ്ട്, ഒരു പഴയ പാട്ടാ. എന്തൊരു സ്നേഹമീ സാധുവേ ഓർത്തു നീ സന്താപസാഗരം തന്നിൽ വന്നു. എന്നെ ഓർത്ത് ആര് വന്നു? സന്താപസാഗരം തന്നിൽ ആര് വന്നു? യേശു വന്നു. യേശു വന്നു എന്ന് പറയുമ്പോ എന്തൊക്കെ വിട്ടിട്ടാ വന്ന്? സ്വർഗസിംഹാസനം താതന്റെ മാർവതും ദൂതന്മാർ സേവയും വിട്ടൻ പേർക്കാ. എന്തു ഭയങ്കര അവിടുത്തെ വരവ്! സ്വർഗസിംഹാസനം, താതന്റെ മാർവ്. ഈ പാട്ട് ആരാ എഴുതിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും എഴുതിയ ആള് ഭയങ്കര വെളിപ്പാടുള്ളയാള്. എന്നോ പറച്ചില പറഞ്ഞേ, സ്വർഗസിംഹാസനം, താതന്റെ മാർവ്, ദൂതന്മാരുടെ സേവ. ദൂതന്മാരുടെ സേവ എന്നൊക്കെ പറയുമ്പോൾ കൺവെൻഷൻ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ചൂടുവെള്ളം വേണോ, തണുത്ത വെള്ളം വേണോ, ചായ വേണോ, കാപ്പി വേണോ എന്ന് ചോദിക്കുന്നതല്ല ദൂതന്മാരുടെ സേവ. സ്വർഗത്തിൽ 24 മണിക്കൂർ ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചോ? പ്രസംഗ ഭാഷ പറയുക 24 മണിക്കൂർ ഉണ്ടെന്ന് ചോദിച്ച് നാളെ ചോദ്യം ചോദിച്ചോണ്ട് എൻ്റെ അടുക്ക് വരരുത്. പ്രസംഗ ഭാഷ മനസ്സിലാക്കാൻ വേണ്ടി പറയുക. 24 മണിക്കൂർ ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചോ? 24 മണിക്കൂറിൽ ഓരോ മണിക്കൂറും 60 മിനിറ്റ്, ഓരോ മിനിറ്റിനും 60 സെക്കൻഡ്. ഈ 60 സെക്കൻഡിൽ ഓരോ സെക്കൻഡ് നിങ്ങൾ ചിന്തിച്ചോ? ആ ഓരോ സെക്കൻഡുകളും 6 ചിറകുകളുള്ള സറാബുകൾ, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്നുകൊണ്ട് ഒരുത്തനോട് ഒരുത്തൻ പറയുക, സൈന്യങ്ങളുടെ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഇതെല്ലാം വിട്ടിട്ട് നമ്മെ ഓർത്ത് സന്താപ സാഗരത്തിലേക്ക് കർത്താവ് ഇറങ്ങി വരികയോ. അതുകൊണ്ട് പാട്ടുകാരൻ പറഞ്ഞു, എന്തോ ഒരു സ്നേഹം. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. പോരാ, ശബ്ദം ഉയർത്തി ഒരിക്കൽ കൂടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ചിലർ പറയുന്നത് പോലെ യേശു കുട്ടി ദൈവമല്ല, യേശു സൃഷ്ടിയല്ല, യേശു പുത്രനല്ല, യാതൊരു ബോധമില്ലാത്തത് കൊണ്ട് പറയുന്നതാ. യേശു ആരാ? യേശു സാക്ഷാൽ ദൈവമാണ്. ഞങ്ങളുടെ ചർച്ചിലെ ബൈബിൾ സ്റ്റഡിക്ക് യേശു ക്രിസ്തുവിന്റെ ദൈവത്വമാണ് പഠിപ്പിക്കുന്നത്. അത് പഠിപ്പിച്ചു വന്നപ്പോൾ യേശു ക്രിസ്തുവിന്റെ ദൈവത്വം തെളിയിക്കാൻ ഏതാണ്ട് 6 നിലകളിൽ നമുക്ക് പോകുവാൻ കഴിയും. അതിൽ ഒരു കാര്യം മാത്രം പറയുക, യേശു ക്രിസ്തുവിന് ഉപയോഗിച്ചിരിക്കുന്ന ദൈവിക നാമങ്ങൾ. ഡയറക്റ്റ് ബൈബിൾ പറയുക, യേശു ക്രിസ്തു ദൈവമാണ്. ദൈവിക നാമങ്ങൾ അതിൽ വളരെ പ്രാധാന്യതയേറിയ ഒന്നാണ്. ഒന്ന്
തീമോഥെയോസ് ലേഖനം 3:16 അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നതെങ്കിലും ഇംഗ്ലീഷ് ബൈബിളിൽ ഗോഡ് വാസ് മാനിഫെസ്റ്റ് ഇൻ ദ ഫ്ലഷ്. മലയാളത്തിൽ അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. അവിടെ കാര്യം ക്ലിയർ അല്ല. എന്നാൽ ഇംഗ്ലീഷിൽ പറയുകയാണ് ഗോഡ് വാസ് മാനിഫെസ്റ്റ് ഇൻ ദ ഫ്ലഷ്. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. അപ്പൊ ആര് വെളിപ്പെട്ടു? ഒരുമിച്ച് പറ, ആര് വെളിപ്പെട്ടു? ശബ്ദമുയർത്തി പറഞ്ഞിട്ട്, ആര് വെളിപ്പെട്ടു? ദൈവം വെളിപ്പെട്ടു. ഹല്ലേലൂയ. നമുക്ക് ഈ വചനത്തോട് പ്രതികരിക്കുന്നതിനകത്തൊന്നും വലിയ സന്തോഷമൊന്നുമില്ല. വേറെ എന്തിനോടൊക്കെ ആണെങ്കിൽ പ്രതികരിക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ വേദിയിലോട്ട് കയറി ഇന്ന് 4 പേരുടെ കുറ്റമൊക്കെ അങ്ങോട്ട് നമ്മൾ അലക്കി വിട്ടാൽ പിന്നെ ചിരി വേണോ, കയ്യടി വേണോ, ഹല്ലേലൂയ വേണോ, പ്രൈസ് ദി ലോർഡ് വേണോ, ഇതൊക്കെ നമ്മൾ അങ്ങ് തരം പോലെ അങ്ങ് വിട്ടേക്കും. എന്നാൽ യേശു കർത്താവ് സാക്ഷാൽ ദൈവമാ. സാധുവേ, നിന്നെ ഓർത്ത് സന്താപസാഗരത്തിലേക്ക് ഇറങ്ങി വന്നെന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. സാക്ഷാൽ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു പോയാൽ ആ വിഷയങ്ങൾ ഒത്തിരി പറയണം. ആമേൻ. അപ്പം നമ്മെ ഓർത്ത് വന്നതാ, നമ്മെ പുതിയ സൃഷ്ടിയാക്കാൻ. നാം ദൈവത്തിന്റെ കൈപ്പണിയായി നമ്മെ ക്രിസ്തു സൃഷ്ടിച്ചു. ആമേൻ. എങ്ങനെ? പുതിയ സൃഷ്ടിയാക്കി. നവീകരണമല്ല കേട്ടോ, നവീകരണമല്ല, പുതിയ സൃഷ്ടിയ നിർമ്മാണം. ഹല്ലേലൂയ. നമ്മെ കർത്താവ് പുതിയതാക്കുകയായിരുന്നു, നിർമ്മിക്കുകയായിരുന്നു. ആമേൻ. അതിനൊത്തിരി ആശയങ്ങൾ പറയാനുണ്ട്. ശബ്ദത്തിന്റെ വിശാലത മൂലം ഞാൻ ആ ഭാഗം അവിടെ അവസാനിപ്പിക്കുക. അപ്പൊ 1, നാം കൈപ്പണി. 2, നാം ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടു. ഈ സൃഷ്ടിക്കപ്പെട്ടവരോട് ഇനിയും പറയാൻ പോവാ, നാം ചെയ്തു പോരേണ്ടതിന് അത് മുഴുവൻ ദൈവം മുന്നൊരുക്കിയിരിക്കുക. കേൾക്കുന്നുണ്ടോ? കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട്. നാം ചെയ്തു പോരേണ്ടതിന്, നാം ചെയ്യേണ്ടുന്നത് മുഴുവൻ ദൈവം മുന്നൊരുക്കിയിരിക്കുക. അഭിഷിക്തനെ, നിങ്ങൾ പോകേണ്ടുന്ന വഴി, നിങ്ങൾ നിൽക്കേണ്ടുന്ന വേദി, നിങ്ങൾ പറയേണ്ടുന്ന വെളിപ്പാട്, നിങ്ങൾ എത്തേണ്ടുന്ന ആ വളർച്ചയുടെ ആ ഘട്ടം, വിശ്വാസിയെ, നീ ആകേണ്ടുന്ന മേഖല ദൈവം മുന്നൊരുക്കി വെച്ചിരിക്കുക. എന്തിന്? നാം ചെയ്തു പോരേണ്ടതിന്. കേൾക്കുന്നുണ്ടോ? നാം ചെയ്തു പോരേണ്ടതിന്. ഒരുമിച്ചൊന്ന് പറഞ്ഞാട്ടെ, നാം ചെയ്തു പോരേണ്ടതിന്. അപ്പം നമുക്ക് ചെയ്യാനുള്ളത് കർത്താവ് എന്ത് ചെയ്തു? മുന്നൊരുക്കി. നാം ചെയ്തു പോരേണ്ടതിന് അവ മുന്നൊരുക്കി. വെറുതെ ഒരുക്കിയതല്ല. സ്തോത്രം. വെയ് രാജാ വെയ് 1 വെച്ചാൽ 2, 800 വന്ന നിന്നെ ഇന്നോവയിൽ വിടും എന്ന് പറയുന്ന സംഭവം അല്ല ഈ പറയുന്നത്. കർത്താവ് വളരെ 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 സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. നാം ദൈവത്തിന്റെ കൈപ്പണിയായ ഈ മനുഷ്യൻ പരാജയപ്പെട്ടവനെ ക്രിസ്തുവേശുവിൽ പുനഃസൃഷ്ടിച്ചു. ആ പുനഃസൃഷ്ടിക്കപ്പെട്ടവന് ചെയ്യാനുള്ളത് ദൈവം മുന്നൊരുക്കി വെച്ചിരിക്കുക. ഓ ജീസസ്, ഹല്ലേലൂയ. മുന്നൊരുക്കി എന്ന് പറയുമ്പോൾ 2 പദങ്ങളാണ് വ്യത്യസ്ത ട്രാൻസ്ലേഷനുകളിൽ അതിനോടുള്ള ബന്ധത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ പദം മുന്നൊരുക്കി എന്നുള്ളതിന് ഒന്നാമത് ഉപയോഗിച്ചിരിക്കുന്ന പദം ഓർഡൈൻഡ് എന്ന. ഓർഡൈൻഡ്, ദൈവം നാം ചെയ്യാനുള്ളതെല്ലാം ഓർഡൈൻ ചെയ്തിരിക്കുകയാണ്. ഓർഡൈൻ ചെയ്തു എന്ന് പറയുമ്പോൾ നിയോഗിച്ചു, നിയുക്തമാക്കി എന്നീ ആശയങ്ങളാണ്. അഭിഷിക്തനെ, നിങ്ങൾ ചെയ്യേണ്ടുന്നത്, ഞാൻ ചെയ്യേണ്ടുന്നതിന് ദൈവം നിയോഗിച്ചു വെച്ചിരിക്കുന്നു, ദൈവം നിയുക്തമാക്കി വെച്ചിരിക്കുന്നു. മറ്റ് ട്രാൻസ്ലേഷനുകൾ ഉപയോഗിച്ചിരിക്കുന്ന പദം പ്രിപ്പയർഡ് എന്ന, തയ്യാറാക്കിയ, സജ്ജമാക്കിയ എന്നിങ്ങനെയാണ് അർത്ഥങ്ങൾ. അപ്പം നമ്മൾ ചെയ്യാനുള്ളത്, നമ്മൾ എത്താനുള്ളത് ദൈവം സജ്ജമാക്കി വെച്ചിരിക്കുക, ദൈവം തയ്യാറാക്കി വെച്ചിരിക്കുക, ദൈവം നിയോഗിച്ചു വെച്ചിരിക്കുക, ദൈവം നിയുക്തമാക്കി വെച്ചിരിക്കുക. നീണ്ട കാലഘട്ടങ്ങൾ നമുക്ക് ആത്മീക ജീവിതത്തിന്റെ പാരമ്പര്യം പറയാൻ കഴിഞ്ഞെങ്കിലും ആ നിയോഗിക്കപ്പെട്ട മേഖലക്കകത്ത് എത്താൻ കഴിഞ്ഞോ എന്നുള്ളതൊരു ചോദ്യം. ഓ ജീസസ്. ഇന്ന് രാത്രിയിലെ ഞാനിത് പറയുമ്പോൾ ഈ കഴിഞ്ഞ ഒരു പകൽ മുഴുവൻ എൻ്റെ ഹൃദയത്തെ വല്ലാതെ ദുഃഖിപ്പിച്ച, എന്നോട് തന്നെ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുമാറാക്കിയ ഒരു ഭാഗം പഴയ നിയമത്തിലുണ്ട്. ജെരമ്യാവിന്റെ പുസ്തകത്തിലുള്ള ഒരു വാക്യമാണ്. അത് ഞാൻ എടുക്കണ്ട, ഞാൻ പറഞ്ഞു പോകാം. ജെരമ്യാവിന്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ ഈ ജെരമ്യാവിനോട് ദൈവം പറയുക, ജെരമ്യാവേ, നീ ചെന്ന് ഒരു ചണനൂൽ കച്ച വാങ്ങി നിന്റെ അരയ്ക്ക് കെട്ടുക.
അതിനെ വെള്ളത്തിൽ ഇടരുത് എന്ന് കൽപ്പിച്ചു. അരക്ക് കെട്ടി ആ ചണനൂൽ കച്ച വാങ്ങി അരക്ക് കെട്ടി. 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നീ അരക്ക് കെട്ടിയ ആ ചണനൂൽ കച്ചയെടുത്ത് ഫ്രാത്ത് നദിക്കരികെ ചെന്ന് അവിടെ പാറയുടെ വിള്ളലിൽ അതിനെ ഒളിപ്പിച്ചു വെക്കുക. പിന്നെ 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ ഞാൻ ഫ്രാത്തിനരികെ ചെന്ന് ഒളിച്ചു വെച്ചു. അത് കഴിഞ്ഞിട്ട് ആ സ്ഥലത്ത് നിന്ന് പിന്നീട് ദൈവം പറഞ്ഞനുസരിച്ച് ആ കച്ച മാന്തിയെടുത്തു. എന്നാൽ കച്ച കേടുപിടിച്ച് ഒന്നിനും കൊള്ളാത്തതായിരുന്നു. പഴയ നിയമത്തിന്റെ പ്രവാചകൻ ശുശ്രൂഷയ്ക്ക് കൊടുത്തത് പ്രവാചകന്റെ ഡയറി അല്ല, പ്രവാചകന്റെ ജീവിതമാണ്. എല്ലാവരും ഉണ്ടോ അവിടെ? നമ്മൾ ശുശ്രൂഷയ്ക്ക് കൊടുക്കുന്ന ഡയറിയാ. പ്രവാചകന്മാർ ശുശ്രൂഷയ്ക്ക് കൊടുത്ത ഡയറി അല്ല, അവരുടെ ജീവിതമാണ്. പലതിലും കർത്താവ് ആവശ്യപ്പെട്ടത് അവരുടെ ജീവിതമാണ്. ജീവിതം കാണിച്ചു കൊടുക്കുക. കച്ചവാങ്ങ്, നീ അത് അരക്കികട്ടെ, ഒടുവിൽ കൊണ്ട് ഒളിച്ചു വെക്ക്. കുറെ കഴിഞ്ഞപ്പോ മാന്തി എടുക്കാൻ പറഞ്ഞു. പ്രവാചകൻ ചെന്ന് അത് മാന്തിയെടുത്തു. അത് കേടുപറ്റിയതായിരുന്നു. ഒടുവിൽ അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ കച്ച ഒരു മനുഷ്യന്റെ അരയോട് പറ്റിയിരിക്കുന്നത് പോലെ ദൈവം പറയുക, കച്ച ഒരു മനുഷ്യന്റെ അരയോട് പറ്റിയിരിക്കുന്നത് പോലെ ഞാൻ ഇസ്രയേൽ ഗ്രഹത്തെ മുഴുവനും യഹൂദ ഗ്രഹത്തെ മുഴുവനും എനിക്ക് ജനവും കീർത്തിയും പ്രശംസയും അലങ്കാരവും ആക്കേണ്ടതിന് എന്നോട് പറ്റിയിരിക്കുമാറാക്കി. അവർക്കോ അനുസരിക്കാൻ മനസ്സായില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവത്തിന് ജനമേ, നിന്നെ കുറിച്ചൊരു സ്വപ്നമുണ്ട്. ഒരു പുരുഷന്റെ അരയിൽ അരക്കച്ച അമർന്നിരിക്കുന്നത് പോലെ നാം ദൈവത്തോടുള്ള ബന്ധത്തിൽ അവന്റെ ജനമായി, അവന്റെ കീർത്തിയായി, അവന്റെ പ്രശംസയായി, അവന്റെ അലങ്കാരമായി അവന്റെ അരയിൽ ചേർന്നിരിക്കേണ്ട നാം പക്ഷേ കേടുപിടിച്ചുപോയി. ഓ ജീസസ്, ഇന്ന് രാത്രി ഞാൻ ആത്മനിയോഗിതനായി ചോദിക്കുക, നീണ്ട കാലഘട്ടങ്ങളുടെ ശുശ്രൂഷയുടെ ഒടുവിൽ ദൈവത്തിന്റെ അരയോട് ചേർന്നിരിക്കേണ്ട അരക്കച്ചയായി കീർത്തിയും നാമവും പ്രശംസയുമാകേണ്ടുന്ന നീ ഇന്ന് പാറയുടെ വിള്ളലിന്റെ ഇടയിൽ കേടുപിടിച്ച കച്ച പോലെയാണെങ്കിൽ ഈ രാത്രി ഒരു മടങ്ങി വരവിന്റെ ആവശ്യമുണ്ട്. Power of God. Power of God. Power. എനിക്കറിയാം ഇന്ന് രാത്രി അല്പമെങ്കിലും എന്തെങ്കിലും ഒന്നകത്തുള്ളവർക്ക് ഇനിയും കണ്ണുകൾ നിറയാതിരിക്കാൻ പറ്റത്തില്ല, ഇനിയും കരയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, കർത്താവേ, എനിക്കങ്ങനെ ആകാൻ പറ്റിയോ? ആകാൻ പറ്റുന്നില്ലെന്ന എൻ്റെ ചിന്ത. ഇന്ന് രാത്രി പ്രിയരെ, ദൈവത്തിന്റെ സ്വപ്നത്തിനകത്തേക്ക്, ദൈവത്തിന്റെ ഇഷ്ടത്തിനകത്തേക്ക് നമുക്ക് കയറാൻ കഴിഞ്ഞില്ലെങ്കിൽ, ആമേൻ. ജെറമ്യാവിന്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ അടുത്ത ഒരു വാക്യം കൂടെ ദൈവം പറയുന്നു. എന്നെ പൊള്ളിച്ച ഒരു വാക്യമാണ്. നിങ്ങൾ കേട്ടനുസരിക്കുകയില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഗർവനിമിത്തം രഹസ്യത്തിൽ കരയും. ഓവർസിയർ കരയുമെന്നല്ല പറയുന്നത്, കൗൺസിൽ മെമ്പേഴ്സ് കരയുമെന്നല്ല പറയുന്നത്. നീ എത്തേണ്ട ഇടത്ത് എത്താത്തത് കൊണ്ട്, നീ വളരേണ്ടുന്ന ഇടത്ത് വളരാത്തത് കൊണ്ട് ജനമേ, ഞാൻ കരയുമെന്ന് ദൈവം പറയുക. ഒടുവിൽ തിരിഞ്ഞു നോക്കുമ്പോ കമ്മിറ്റിയിലുണ്ടായ ബഹളങ്ങളല്ലാതെ ഒന്നും ബാക്കിയായി നിൽക്കെ നീ ദൈവത്തിങ്കലേക്ക് നോക്ക്. ഇന്ന് രാത്രി ദൈവം എന്നെയും നിന്നെ നോക്കി കരയുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ഈ സദസ്സിൽ ഇരുന്നപ്പോൾ എൻ്റെ ഹൃദയം ഒന്ന് നൊന്തു. കാരണം ഇത്രയും അനുഗ്രഹീതന്മാരായ ദൈവദാസന്മാരുടെ നടുവിൽ കയറിയിരിക്കാൻ എനിക്കൊരു യോഗ്യതയുമില്ല. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ചിന്തിക്കായിരുന്നു, ദൈവം എന്നെ ഓർത്ത് കരയുന്നുണ്ടോ? ചുരുക്കി പറഞ്ഞാലേ 18 വയസ്സുള്ള ഒരു മോൻ അപ്പൻ പറഞ്ഞത് കേട്ടില്ല, അനുസരണക്കേട് കാണിച്ചു, പക്ക അനുസരണക്കേട്. അപ്പൻ മക്കളുടെ മുന്നിൽ വെച്ച് കരയുകയല്ല, ചിലപ്പം സഹോദരങ്ങളുടെ മുന്നിൽ വെച്ച് കരയുകയല്ല. അപ്പൻ ബെഡ്റൂമിനകത്ത് കയറി കഥ കടച്ചിട്ട്, അപ്പനല്ലേ അപ്പൻ ഒരു വിലയില്ലേ, ബെഡ്റൂമിനകത്ത് കയറി അങ്ങനെ കരഞ്ഞ അപ്പന്മാർ ഇവിടെ കാണും. ആമേൻ. നിങ്ങൾക്കറിയാം ആ വേദന. ഇതേ വിധത്തിൽ നിയോഗങ്ങളെ ഏറ്റെടുക്കാൻ മടിച്ച് പലതിലും അഭിഷേകത്തെ കളഞ്ഞു കുളിച്ച് നിൽക്കുന്ന എന്നെയും നിന്നെയും ഓർത്ത് ഒരപ്പൻ സ്വർഗത്തിൽ കരയുകയാണ്. ജീസസ്. ചുമ്മാ കരയല്ല, നമുക്ക് ചെയ്യാനുള്ളത് സകലതും മുന്നൊരുക്കി വെച്ചിട്ട്
നമ്മൾ അതിലേക്ക് സഹോദരങ്ങളെ മുന്നൊരുക്കി എന്ന് പറയുമ്പോൾ ദൈവം നമ്മളെ തല്ലി ഒന്നും ഏൽപ്പിക്കത്തൊന്നുമില്ല എന്ന് പറയുമ്പോൾ വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളിൽ 7 സഭ, 7 സഭയ്ക്കുള്ള 7 ദൂത്. ആ 7 ദൂതും അവസാനിപ്പിക്കുമ്പോൾ കർത്താവ് എങ്ങനെ പറയുന്നത്? കേൾപ്പാൻ ചെവിയുള്ളവൻ. ചർച്ച് ഓഫ് ഗോഡിലെ 1400 പാസ്റ്റേഴ്സിൽ 1400 പേരും കേൾക്കണമെന്നില്ല. ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുള്ള ആയിരക്കണക്കിന് ആളുകളിൽ എല്ലാവരും കേൾക്കണമെന്നൊന്നും ദൈവത്തിന് നിർബന്ധമില്ല. ഈ സന്ദേശത്തിൽ കേൾപ്പാൻ മൈ ഗാഡ്, പ്രാർത്ഥനാ മുറിയിൽ ദൈവം ആഗ്രഹിച്ച സമയത്ത് എത്താൻ നമുക്ക് കഴിഞ്ഞോ? ഗസയുടെ നിർജ്ജന പ്രദേശത്തേക്ക് പോക എന്ന് ഫിലിപ്പോസിനെ നിയമിച്ചപ്പോൾ ഫിലിപ്പോസ് ഗസയുടെ നിർജ്ജന പ്രദേശത്തേക്ക് പോയതുപോലെ പോകാൻ നമുക്ക് കഴിഞ്ഞോ? ആസിയിൽ ഇപ്പോൾ പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കിയപ്പോൾ ആ വിലക്കിനെ തിരിച്ചറിഞ്ഞ് പിന്നോട്ട് മാറിയ പൗലോസിനെ പോലെ ദൈവനിയോഗങ്ങളോടൊന്ന് ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിഞ്ഞോ? അത് നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ഇന്ന് രാത്രി സ്വർഗം അവിടെ നിന്നൊന്നും പറയുന്നില്ലെങ്കിലും നമ്മെ ഓർത്ത് കരയുന്നു. അമ്മേ, അവിടെ ഒരു പദം കൂടെ ഉണ്ട്. രഹസ്യത്തിൽ നിങ്ങളുടെ ഗർവം നിമിത്തം രഹസ്യത്തിൽ കരയും. യഹോവയുടെ ആട്ടിൻകൂട്ടത്തെ പിടിച്ചുകൊണ്ടുപോകിയാൽ ഞാൻ ഏറ്റവും കരഞ്ഞ് കണ്ണീരൊഴുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് ചെയ്യാനുള്ളത് മുന്നൊരുക്കി. എന്തുകൊണ്ടാണ് പുറമോട്ട് മാറി നിൽക്കുന്നത്? കഴിവില്ല കേട്ടോ, അഭിഷേകമില്ല കേട്ടോ. ക്രൈസ്റ്റ് സിംഗേഴ്സിനോടൊപ്പം 5 വർഷം ഞാൻ ഈ വേദിയിൽ വർഷിപ്പ് ലീഡ് ചെയ്തിട്ടുണ്ട്. സ്തോത്രം. 2007 ഞാൻ ആ ടീം വിടുന്നത്. നിങ്ങൾക്കറിയാമോ സഹോദരങ്ങളെ, ഞാൻ ഇവിടെ ഈ സഹോദരന്മാർ ഇതെല്ലാം ഒതുക്കുന്ന കൂട്ടത്തിൽ എല്ലാവരും പോയി കഴിയുമ്പോഴാണ് ഞങ്ങൾ ഈ പണിയൊക്കെ ചെയ്യുന്നത്. ഞാൻ ഈ പോഡിയത്തിൻ്റെ അവിടെ വന്നിങ്ങനെ നിൽക്കും. എന്നിട്ട് ഞാൻ ദൈവത്തോട് പറയും, കർത്താവേ, ഇവിടെ പ്രസംഗനാക്കി എന്നെ നിർത്തണേ. ഹല്ലേലൂയ. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഞാൻ ഇവിടെ ഒരു പ്രസംഗകനാകുന്നു. 2 ആഴ്ച മുമ്പ് തിരുനക്കര മൈതാനത്ത് IPCയുടെ സെൻട്രൽ കൺവെൻഷൻ്റെ ഒരു സെഷനിൽ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ ഞാനവിടെ പരസ്യമായിട്ട് പറഞ്ഞു, 97 തിരുനക്കര മൈതാനത്തിൻ്റെ സ്റ്റെപ്പിൽ കയറി ഇരുന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇവിടെ പ്രസംഗകനാക്കി എന്നെ നിർത്തണേ. ഓ മൈ ഗാഡ്. മനസ്സിലാകുന്നുണ്ടോ? I mean, എത്രയോ കാലങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥിച്ചതാ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അവൻ ആർക്കും കടക്കാരനല്ലെന്ന്, അവൻ ആർക്കും ബാധ്യതയല്ലെന്ന്. ഇന്ന് രാത്രി ഇവിടെയുള്ള യുവ ശുശ്രൂഷകന്മാരെ നോക്കി ഞാൻ ആത്മാവിൽ പ്രചോദിപ്പിക്കുക. നോ, യുവ ശുശ്രൂഷകന്മാരെന്ന് പറഞ്ഞ് ഒതുക്കുകയല്ല. ആമേൻ. ഇവിടെയുള്ള റിട്ടയർ ആകാൻ പോകുന്നു. റിട്ടയർമെന്റ് ചർച്ചിൽ നിന്നേ ഉള്ളൂ. റിട്ടയർമെന്റ് ചർച്ച് ഓഫ് ഗോഡിൽ നിന്നേ ഉള്ളൂ. റിട്ടയർമെന്റ് മിനിസ്ട്രിയിൽ നിന്നില്ല. പിടികിട്ടുന്നുണ്ടോ? നിർജീവത്വം ബാധിച്ചവളുടെ അകത്ത് ഒരു ശിശുവിനെ നൽകാൻ എന്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ 65 കഴിഞ്ഞ് റിട്ടയർമെന്റും കഴിഞ്ഞ് ഇരിക്കുന്ന വ്യക്തിയെ ഇന്ന് രാത്രി നിറയ്ക്കാൻ ദൈവത്തിന് കഴിവില്ലേ? അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു. ജീസസ്. നമുക്കെത്താനുള്ള ഏതോ സ്ഥലങ്ങളുണ്ട്, നമുക്കെത്താനുള്ള ഏതോ ഇടങ്ങളുണ്ട്, നമുക്കെത്താനുള്ള കഴിവുകേട് പറഞ്ഞ് മാറി നിൽക്കരുത്. ആമേൻ. പ്രാപ്തിയില്ലായ്മ പറഞ്ഞ് മാറി നിൽക്കരുത്. ഇന്ന് രാത്രി ഞാൻ പറയാം, നിന്റെ മേൽ നിയോഗത്തിന്റെ പുത്തൻ പുതപ്പ് വീണാൽ വേദികൾ തിരക്കി നീ നടക്കേണ്ട, നീ നിൽക്കുന്ന ഇടം വേദിയാകുന്നത് പോലെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ 20,000 വാട്സും 4000 പേരുമുള്ള വേദി ഒരുക്കിയിട്ടിട്ടല്ല യോഹന്നാൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി കയറിയത്. യോഹന്നാൻ മരുഭൂമിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞപ്പം മതത്തിന്റെ തലക്കനമെന്ന പുള്ളികൾ പോയി നിൽക്കുക, രക്ഷപ്പെടാൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇന്ന് രാത്രി ഞാൻ പറയാം, വേദി ഒരുക്കാൻ ആരുമില്ലെങ്കിൽ നീ നിരാശപ്പെടേണ്ട. നിയോഗത്തിന്റെ പുതപ്പ് നിന്റെ മേൽ വീണാൽ നീ നിൽക്കുന്ന ഇടം വേദിയാകുന്നത് പോലെ. വിക്കി പറയുന്ന അധരങ്ങളിൽ നിന്ന് ഇരുട്ടിലെ നിക്ഷേപങ്ങളും ഗുപ്തമായ നിധികളും പുറപ്പെടുവിക്കുന്ന ദൈവം ഇന്ന് രാത്രി അങ്ങനെ ഒരു കൂട്ടത്തിന് വേണ്ടി ഈ ഗ്രൗണ്ടിൽ, ഈ പന്തലിന്റെ അകത്ത് ദൈവസഭയുടെ കൺവെൻഷന്റെ 2ാമത്തെ രാത്രിയിൽ ഇറങ്ങി വ്യാപരിക്കുവാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ ആത്മാവിൽ പ്രതികരിക്കുക.
എനിക്കറിയാം ഇന്ന് രാത്രി ധാരാളം ആളുകൾ ഇവിടെ ഇരുന്ന് കരയുന്നുണ്ട്. ഇന്ന് രാത്രി നിന്റെ കണ്ണിൽ നിന്ന് ഒഴുകി ഇറങ്ങുന്ന കണ്ണുനീര് വീഴുന്നത് നിന്റെ വസ്ത്രത്തിലല്ല, നീ ഇരിക്കുന്ന ചെയറിലല്ല, നീ പാദം ചവിട്ടിയ മണ്ണിലല്ല. ദാവീദ് പറയുക, അത് നിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടില്ലയോ, അത് നിന്റെ തുരുത്തിയിലാക്കിയിട്ടില്ലയോ? ഇന്ന് രാത്രി കണ്ണുനീരിന്റെ അളവെഴുതുന്ന പുസ്തകങ്ങൾ സ്വർഗത്തിലുണ്ടെങ്കിൽ നിന്റെ കരച്ചിലുകൾ നിറവുകളായി നിന്നിലേക്ക് മടങ്ങി വരുന്ന ദിവസങ്ങൾ. സഹോദരങ്ങളെ, നമ്മൾ ചെയ്യാനുള്ളത് ദൈവം മുന്നൊരുക്കിയിരിക്കുക. പക്ഷേ ചിലർക്ക് അവിടെ എത്താൻ കഴിഞ്ഞില്ല. അഭിഷേകം ലഭിച്ചിട്ടും അഭിഷേകം കളഞ്ഞു കുളിച്ചു പോയ കുറെ ആളുകൾ. ആമേൻ. 1, 2, 3 എന്ന് ലിസ്റ്റ് പറയുവാൻ കഴിയും. നിയോഗിച്ചിട്ടും നിയോഗിച്ചത് ചെയ്യാൻ കഴിയാതെ പോയ ഒരു കൂട്ടം. ആരൊക്കെയാ? ശൗല് പൊതുവെ ഭയപ്പെട്ടവൻ, സാമാനങ്ങളുടെ കീഴിൽ ഒളിച്ചിരുന്നവൻ, എന്നിട്ടും അഭിഷേകം തേടിപ്പിടിച്ച് ചെന്ന് അഭിഷേകം ചെയ്യപ്പെട്ട ആ മനുഷ്യൻ 10 15 ദിവസത്തിനകം ലഭിച്ച അഭിഷേകത്തെ അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഓ മൈ ഗോഡ്. അവിടെ ചെന്നിട്ട് പ്രവാചകൻ പറയുക, നീ കാണിച്ചത് ഭോഷത്വമായിരുന്നു, നീ അല്പം കൂടെ നിൽക്കേണ്ടതായിരുന്നു, എന്നാൽ നിന്റെ രാജ്യത്വം സ്ഥിരമാകുമായിരുന്നു. പ്രഥമഘട്ടം നിന്റെ മേൽ വീണ അഭിഷേകമാണ്. ബാക്കി ശൗലേ, നിന്റെ രാജ്യത്തെ സ്ഥിരമാക്കുമെന്നുള്ളത് ദൈവഹൃദയത്തിൻ്റെ സ്വപ്നമാണ്. അങ്ങനെയാ നമ്മൾ എത്ര പ്രവചനം കേട്ടാലും, എൻ്റെ ഒരു ചിന്ത ഞാൻ പറയാം, നമ്മൾ ചെയ്യാനുള്ള ശുശ്രൂഷയുടെ ഏതാണ്ട് 35% പ്രവാചകന്മാർക്ക് പറയാൻ കഴിയൂ. ബാക്കി 65% ദൈവഹൃദയത്തിൻ്റെ രഹസ്യമാണ്. ശൗലിന്റെ മേൽ അഭിഷേകം ചെയ്തപ്പം ഒരിക്കലും ദൈവം പറഞ്ഞില്ല, ശൗലേ നിന്റെ രാജ്യത്തെ ഞാൻ സ്ഥിരമാക്കാമെന്ന്. ആമേൻ. തെറ്റിക്കഴിഞ്ഞപ്പോൾ പറയുക, നീ അല്പം കൂടെ വെയിറ്റ് ചെയ്യേണ്ടതായിരുന്നു, എന്നാൽ നിന്റെ രാജ്യത്തെ ഞാൻ സ്ഥിരമാക്കിയേനെ. സ്ഥിരമാക്കുമെന്ന് പറഞ്ഞാൽ ദാവീദിലേക്ക് നിങ്ങൾ നോക്കിക്കേ. ഇശായിയുടെ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടി പുറപ്പെടും എന്ന് പറഞ്ഞയിടത്ത് ഈ ശൗലും നിന്നായിരുന്നെങ്കിൽ പറയേണ്ടത് വേറൊന്നായിരുന്നു. കീശിന്റെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും. ദാവീദിന്റെ വേരും കൊമ്പും എന്ന് പറഞ്ഞയിടത്ത് ശൗലേ നീ നിന്നായിരുന്നെങ്കിൽ ശൗലിന്റെ വേരും കൊമ്പും എന്ന് പറഞ്ഞേനെ. പക്ഷെ നിനക്ക് നിൽക്കാൻ പറ്റിയില്ല. നിനക്ക് സ്ഥിരമായി നിൽക്കേണ്ടുന്ന രാജ്യത്വം കാലിന്റെ അടിയിൽ നിന്നും കടൽ തീരത്ത് മണ്ണ് ഒഴുകി മാറുന്നത് പോലെ സ്ഥിരമായി നിൽക്കേണ്ടുന്ന രാജ്യത്വം അവനിൽ നിന്ന് ഒഴുകി മാറി. ഇന്ന് രാത്രി വിട്ടുകൊടുക്കരുത്. നീ നിൽക്കേണ്ടുന്ന സ്ഥാനം വേറൊരുവൻ അലങ്കരിക്കാൻ ഇടവരരുത്. ഇന്ന് രാത്രി പ്രസംഗത്തോട് പ്രതികരിക്കേണ്ട, ദൈവത്തോട് പ്രതികരിക്ക. ഈ രാത്രി കരയണമെങ്കിൽ കരയണം, നിലവിളിക്കണമെങ്കിൽ നിലവിളിക്കണം. ഇന്ന് രാത്രി ആത്മാവിൽ പ്രതികരിക്കുവാൻ നിയോഗമുണ്ടെങ്കിൽ ഈ രാത്രി ആത്മാവിൽ പ്രതികരിക്കണം. കാരണം ദൈവത്തിന് നമ്മെ കുറിച്ച് ഒരു സ്വപ്നമുണ്ട്. തോൽക്കൊല്ലനായ ശീമോന്റെ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന പത്രോസിന്റെ മുൻപിൽ ഒരു തുപ്പട്ടി ഇറങ്ങി വന്നു. അറുത്ത് ഭക്ഷിക്കുക എന്ന് 3 പ്രാവശ്യത്തെ ശബ്ദം. കർത്താവിനെ വിശുദ്ധിയുടെ ബൈബിൾ സ്റ്റഡി എടുത്ത് അങ്ങോട്ട് പഠിപ്പിച്ചപ്പോൾ ഈ തുപ്പട്ടി സ്വർഗത്തിലേക്ക് കയറിപ്പോയി. ലഭിച്ചതാ കളഞ്ഞുപോയി. അതൊരു വലിയ നഷ്ടമാണ്. എൻ്റെ ചിന്ത ഞാൻ പറയുക, പത്രോസേ, താങ്കൾ ആ തുപ്പട്ടി അറുത്ത് തിന്നാൻ ദൈവം പറഞ്ഞപ്പോ തിന്നാവുന്ന പരുവത്തിൽ തന്നതുകൊണ്ടല്ലേ തിന്നാൻ പറഞ്ഞത്. നീ അത് തിന്നായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ 12-ാം അധ്യായം കഴിഞ്ഞ് പത്രോസ് ഇല്ല. 12-ാം അധ്യായം കഴിഞ്ഞ് അടുത്ത ആളാ കയറി വരുന്നത്, പൗലോസ്. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു, പത്രോസേ നീ നിൽക്കേണ്ട ഇടത്ത് അടുത്ത ആള് നിൽക്കരുത്. സഹോദരങ്ങളെ, വിവാഹ ജീവിതത്തിൽ റീപ്ലേസ്മെന്റ് ഇല്ല, റിപ്പയറിങ്ങേ ഉള്ളൂ. പക്ഷെ മിനിസ്ട്രിക്കകത്ത് റിപ്പയറിംഗ് അല്ല, റീപ്ലേസ്മെന്റാ. എന്ന് പറഞ്ഞാൽ നമ്മൾ അവിശ്വസ്തരായാൽ ദൈവത്തിന് വെയിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ദൈവം അടുത്ത ആളെ എഴുന്നേൽപ്പിക്കും. റജിപ്പാസ് നിൽക്കേണ്ട ഇടത്ത് വേറൊരാൾ നിൽക്കുന്നത് എപ്പോഴാ? ഞാൻ അവിശ്വസ്തരാകുമ്പോഴാ. ദൈവത്തിന് കാത്തിരിക്കാൻ പറ്റത്തില്ല, ദൈവം റീപ്ലേസ് ചെയ്യും. ശൗല് പോയാൽ ദാവീദിനെ ദൈവം റീപ്ലേസ് ചെയ്യും. ഞാനിത് പറയുമ്പോ ആമേൻ, സ്തോത്രം, 35 വിശ്വാസിയും 20 അടി നീളവും 15 അടി വീതിയുമുള്ള ഹോളും
മാസത്തിൽ അവസാനത്തെ ദശാംശത്തിൻ്റെ കണക്കുമൊക്കെ മാത്രം വായിക്കാനിരിക്കുന്ന പുള്ളിക്ക് ഇത് കേട്ട സ്വോത്രം പറയാൻ തോന്നത്തില്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ളവനുണ്ടല്ലോ, അവനെ മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. കർത്താവ് ഇന്ന് രാത്രി ചർച്ച് ഓഫ് ഗോഡിനകത്ത് നിന്ന് ഒരു കൂട്ടത്തെ പുറത്തിറക്കാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. റെജി പാസ്റ്റർക്ക് ഇവിടെ വളരുന്ന ഒരു ശുശ്രൂഷകനും ഭീഷണിയല്ല. അതെന്റെ ഉത്തരവാദിത്വം. ഒരാള് ഒന്നാമത്തെ സ്റ്റെപ്പിൽ വന്നാൽ ഒന്നാം സ്റ്റെപ്പിൽ നിൽക്കുന്ന ഞാൻ രണ്ടാം സ്റ്റെപ്പിൽ കയറുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്വം. രണ്ടാം സ്റ്റെപ്പിൽ അടുത്ത ആൾ കയറിയാൽ ഞാൻ മൂന്നാം സ്റ്റെപ്പിൽ കയറുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്വം. മൂന്നാം സ്റ്റെപ്പിൽ അടുത്ത ആൾ വന്നാൽ ഞാൻ നാലാം സ്റ്റെപ്പിൽ കയറുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്വം. ഇവിടെ ആരുടെയും വളർച്ച ആർക്കും ഭീഷണിയല്ല. കേൾക്കുന്നവർക്കായി സ്തോത്രം. ഇവിടെ ഏത് പ്രസംഗകൻ വളർന്നു വന്നാലും ആ ഒരു പ്രസംഗകനും വേറൊരുവനും ഭീഷണി അല്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ആത്മാവിൽ സ്തോത്രം ചെയ്തോട്ടെ. വളർത്താൻ ആരുമില്ലെങ്കിൽ ദൈവമല്ലേ നിന്നെ വിളിച്ചത് ദൈവമാണ്. വളർത്താൻ ദൈവത്തിന് അറിയാവുന്ന വിളിച്ചത് ദൈവമാണ്. വളർത്താൻ ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവമുഖത്തേക്ക് നോക്കേ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ വീണ്ടും ആത്മാവിൽ നിങ്ങളോട് പറയാം, നോക്ക ദൈവഹൃദയത്തിലേക്ക്. നീ ചെയ്യാനുള്ളതെല്ലാം ദൈവം അവിടെ ഓർഡൈൻ ചെയ്തു വെച്ചിരിക്കുക. നീ ചെയ്യാനുള്ളതെല്ലാം ദൈവം അവിടെ പ്രിപ്പയർ ചെയ്തു വെച്ചിരിക്കുക. അങ്ങനെ ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് വരുവാൻ ബന്ധപ്പെടുന്നു. സമയം തെറ്റികമില്ല. അവിടെ അപ്പോയിന്റഡ് ടൈം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനൊരു അപ്പോയിന്റഡ് ടൈമുണ്ട്. ഹല്ലേലൂയ. നീണ്ട കാലഘട്ടങ്ങളുടെ വാഗ്ദത്തങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ഒന്നും നിറവേറുന്നില്ലല്ലോ ദൈവമേ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഈ രാത്രി ഈ സദസ്സിന്റെ അകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിന്നെ നോക്കി ഞാൻ പറയാ, അതിന് ദൈവം ഒരു ടൈം അപ്പോയിന്റ് ചെയ്തു വെച്ചിരിക്കുക. നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി മാത്രം. പ്രതികരിക്കാൻ കഴിയുന്നവർ ഇന്ന് രാത്രി ആത്മാവിൽ പ്രതികരിക്കുവാൻ കഴിയുന്നവർ ഇന്ന് രാത്രി ആത്മാവിൽ പ്രതികരിക്കുക. യേശുവിന്റെ നാമത്തിൽ. യെശയ്യാവിന്റെ പുസ്തകം 14-27 വാക്യം. സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു, അത് ദുർബലമാക്കുന്നവൻ അവൻ കൈ നീട്ടിയിരിക്കുന്നു, അത് മടക്കുന്നവൻ അവിടുന്ന് നിർണയിച്ചിട്ടുണ്ടെങ്കിൽ ദുർബലമാക്കാൻ ഒരുത്തനും കഴിയത്തില്ല. അവിടുന്ന് കൈ നീട്ടിയിട്ടുണ്ടെങ്കിൽ മടക്കാൻ ഒരുത്തനും കഴിയത്തില്ല. ഒരു ജപത്തിനും ഒരു തപത്തിനും ഒരു ആഭിചാര മന്ത്ര താന്ത്രിക ശക്തികൾക്ക്, ഒരു ദേശത്തിന്റെ ആധിപത്യങ്ങൾക്ക്, ഒരു രാഷ്ട്രീയ കളികൾക്ക് അഭിഷേകം വ്യാപരിക്കുന്നവന്റെ അഭിഷേകത്തെ തടയാൻ ദൈവം നിർണയിച്ചിട്ടുണ്ടെങ്കിൽ തടുക്കാൻ പറ്റില്ല. ഇന്ന് രാത്രി അഭിഷേകത്തിന്റെ വർധനവ് സംഭവിക്കണമെങ്കിൽ വേറൊരുത്തം വേദി നിൽക്കുമ്പോൾ സന്തോഷിക്കാൻ തോന്നണം. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. എന്നേക്കാൾ കൂടുതൽ പറയരുത്. അതല്ല സന്തോഷിക്കേ. ആമേൻ. ദൈവം അവനെ പ്രയോജനപ്പെടുത്തുന്നല്ലോ എന്ന് ഇന്ന് രാത്രി പറഞ്ഞു തുടങ്ങ്. നീ ഒരു അത്ഭുതമാകാൻ പോകുകയാണ്. ദൈവം നിർണയിച്ചിട്ടുണ്ടെങ്കിൽ തടുക്കാൻ പറ്റത്തില്ല. ദൈവം കൈ നീട്ടിയതാണെങ്കിൽ മടക്കാൻ. ഇന്ന് രാത്രി പർവ്വതത്തിന്റെ താഴ്വാരത്ത് മൂത്ത അഹരോൻ പുരോഹിതൻ, തൊട്ട് താഴെ 70 മൂപ്പന്മാർ, അടുത്ത നേതാവ് ഏലിശ, അടുത്ത നേതാവ് യോശുവ, അതിന്റെ അടുത്ത നേതാവ് കാലേബ്. ഇവർക്കാർക്കും പ്രാർത്ഥിക്കാൻ പറ്റാത്ത ഒരു പ്രാർത്ഥന മോശ പ്രാർത്ഥിച്ചു. ആരും പ്രാർത്ഥിക്കാത്ത ഒരു പ്രാർത്ഥന മോശ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന ഇതാ, നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ലെങ്കിൽ നീ എന്നെ ഇവിടെ നിന്ന് അയക്കരുത്.
അത് പറഞ്ഞു തീർന്ന ഉടനെ ദൈവം പറയുക, എൻ്റെ അടുക്കലേക്ക്, ഇവിടെ എൻ്റെ അടുക്കലേക്ക് കയറി വാ, ഞാൻ എൻ്റെ മഹത്വം നിന്നെ കാണിക്കാം. ദൈവം അത് ഒരിക്കലും ഓഫർ ചെയ്തില്ലേലും ദൈവത്തിന്റെ സ്വപ്നമാ. ഈ മോശ അതൊന്ന് പറഞ്ഞായിരുന്നെങ്കിൽ, സാന്നിധ്യം വെളിപ്പെടുത്താമെന്നും മഹത്വം കാണിക്കാമെന്നും ദൈവം മോശയോട് പറഞ്ഞിട്ടില്ല. പക്ഷേ അത് പറയാതിരിക്കുമ്പോഴും ദൈവത്തിന്റെ ആഗ്രഹം, ആരെങ്കിലും അതൊന്ന് ചോദിച്ചായിരുന്നെങ്കിൽ. 6 ലക്ഷം പുരുഷന്മാരും ഒരുപക്ഷെ അതിൻ്റെ ഇരട്ടി സ്ത്രീകളും അത്രയും തന്നെ കുഞ്ഞുങ്ങളുമൊക്കെ ഉള്ള വലിയൊരു പുരുഷാരത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ ആഗ്രഹം, ആരെങ്കിലും ഈ മേഘസ്തംഭം അഗ്നിസ്തംഭം ഒന്നും അല്ലാതെ അതിനകത്തൊന്ന് തൃപ്തിപ്പെടാൻ കഴിയാത്ത സാന്നിധ്യം ആരേലും ഒന്ന് ചോദിച്ചായിരുന്നെങ്കിൽ. അത് ദൈവത്തിന്റെ സ്വപ്നമായിരുന്നു, ദൈവത്തിന്റെ സ്വപ്നമാണ്. അങ്ങനെ ഇരിക്കെ ഒരുത്തൻ മുഴങ്കാലിരിക്കുക. അവൻ പറയുന്നത്, കർത്താവേ, ഒരു കാലെടുത്ത് വെച്ച് അപ്പുറത്തോട്ട് കയറിയാൽ വാഗ്ദത്തമ, ഞാൻ നട്ടിട്ടില്ലാത്ത തോട്ടം അവിടെയുണ്ട്, ഞാൻ വെട്ടിയിട്ടില്ലാത്ത കിണർ അവിടെയുണ്ട്, ഞാൻ കെട്ടിയിട്ടില്ലാത്ത വീട് അവിടെയുണ്ട്. അത് വളരെ സുഖകരമായ ഒരു അന്തരീക്ഷമാണ്. എന്നാലും അപ്പാ ആമേൻ, വാഗ്ദത്തം എവിടെയാണെങ്കിലും നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ലെങ്കിൽ നീ എന്നെ ഇവിടെ നിന്ന് അയക്കരുത്. മോശ വാഗ്ദത്തത്തിലല്ല നോക്കിയത്, മോശ വാഗ്ദത്തം നൽകിയ ദാതാവിലാ നോക്കിയത്. ദൈവത്തിന് അത് അങ്ങ് ഇഷ്ടപ്പെട്ടു. ദൈവം പറയുക, ഇവിടെ കയറി വാ. ഓ ജീസസ്, ഇന്ന് രാത്രി ഈ സദസ്സിൽ ആയിരങ്ങൾ കൂടിയിരിക്കുന്ന ഈ സദസ്സിൽ ആരും പ്രാർത്ഥിക്കാത്ത ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ ഇന്ന് രാത്രി നിന്റെ ആദരത്തിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ, നിന്റെ ഹൃദയം അങ്ങനെയൊന്ന് പിടയ്ക്കുന്നുണ്ടെങ്കിൽ, നിന്റെ ആദരം അങ്ങനെ ഒന്ന് ചലിക്കുന്നുണ്ടെങ്കിൽ, ആമേൻ, ജെറമ്യാവ് പറഞ്ഞതുപോലെ തലയിൽ വെള്ളവും കണ്ണിൽ കണ്ണുനീരുമുണ്ടെങ്കിൽ, ഇന്ന് രാത്രി അഹരോന് കാണാൻ കഴിയാത്തത്, ആമേൻ, യോശുവയ്ക്ക് കാണാൻ കഴിയാത്തത്, കാലേബിന് കാണാൻ കഴിയാത്തത്, 70 മൂപ്പന്മാർക്ക് കാണാൻ കഴിയാത്തത്, എപ്പോഴും പിറുപിറുക്കുന്ന കോരകിന് കാണാൻ പറ്റാത്തത്, അബീരാമിന് കാണാൻ കഴിയാത്തത്, മോശ പർവ്വതത്തിന്റെ പുറത്ത് നീ കാണും. ഈ രാത്രി ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് കരം നീട്ടി ഒന്ന് തൊടാൻ കഴിയുമെങ്കിൽ, ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് കരം നീട്ടി ഒന്ന് തൊടാൻ കഴിയുമെങ്കിൽ, ഇന്ന് രാത്രി ദൈവത്തിന്റെ പദ്ധതിയെ കണ്ണുനീരുകൊണ്ട്, പ്രാർത്ഥന കൊണ്ട്, ഹൃദയത്തിന്റെ നിലവിളി കൊണ്ട് ഒന്ന് തൊടാൻ കഴിയുമെങ്കിൽ, ആമേൻ, അപ്പൻ കണ്ടിട്ടില്ലാത്തത്, അമ്മ കണ്ടിട്ടില്ലാത്തത് ദൈവ ഹൃദയത്തിനകത്ത് ഒരുക്കി വച്ചിരിക്കുന്നത് ഇന്ന് രാത്രി നിനക്ക് വേണ്ടി പുറപ്പെടാൻ പോകുക. അതുകൊണ്ട് ബൈബിൾ പറയുന്നത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല. കാണാൻ വലിയ സൗന്ദര്യമില്ലാത്ത, ശരീരത്തിൽ വലിയ ആരോഗ്യമില്ലാത്ത, പിന്നിൽ മണി പവർ ഇല്ലാത്ത, ആമേൻ, മാൻ പവർ ഇല്ലാത്ത നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്നത്. ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന പ്രാർത്ഥിക്കുക. ഈ രാത്രി പ്രാർത്ഥിക്കുന്ന പോട്ടന്മാർ ആരെങ്കിലും ഇവിടെയുണ്ടോ? മിടുക്കന്മാരല്ല, പോട്ടന്മാരാരെങ്കിലും ഇവിടെയുണ്ടോ? ഓ ജീസസ്, ഇന്ന് രാത്രി പ്രാർത്ഥിരെ. ദൈവം തന്ന വെളിപ്പാടിനകത്ത് നീ തൃപ്തിപ്പെടരുത് കേട്ടോ. പോരാ 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 എന്ന് പറയാ. ദൈവം തന്ന ശുശ്രൂഷയ്ക്കകത്ത് തൃപ്തിപ്പെടരുത്. പോരാ പോരാ എന്ന് പറയാ. പഴയ നിയമത്തിൽ പറയുക, ഞാൻ ദൂതൻ 1000 മുഴം അളന്നു, വെള്ളം നരിയാണിയോളമായി. അവിടെ നിൽക്കരുത്. വെള്ളം നരിയാണിയോളമായി വലിയ കാര്യം. അവിടെ നിൽക്കരുത്. വീണ്ടും നീ മുന്നോട്ട് പോയാൻ തയ്യാറായാൽ അളക്കാൻ ദൂതൻ തയ്യാറാ. ഇപ്പൊ വീണ്ടും വളർന്നു, വെള്ളം മുട്ടോളമായി. അവിടെ തൃപ്തിപ്പെടരുത് കേട്ടോ. മുട്ടോളം ഉണ്ടല്ലോ, എന്റെ അടുത്ത് നിൽക്കുന്നവന് നരിയാണിയോളം പോലും ഇല്ലല്ലോ, എനിക്ക് മുട്ടോളം കിട്ടിയല്ലോ. നോ നോ നോ, നീ അവിടെ നിൽക്കേണ്ടവനല്ല, മുന്നോട്ട് പോ. ദൂതൻ അളക്കാൻ തയ്യാറാ. ഇവൻ മുന്നോട്ട് പോകാൻ തയ്യാറായി, ദൂതൻ അളക്കാൻ തയ്യാറായി. വെള്ളം അരയോളമായി. നിൽക്കരുത് അവിടെ. വീണ്ടും മുന്നോട്ട് പോകുക. നീ മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ അളക്കാൻ ദൂതൻ തയ്യാറാണ്. വെള്ളം വീണ്ടും കവിഞ്ഞു. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത അളവ് നിന്നിട്ടില്ല. നീ ഇറങ്ങിയാൽ വീണ്ടും അളവാ. ഇന്ന് രാത്രി കൊതിക്കുന്നവനുണ്ടെങ്കിൽ പ്രതികരിച്ചോ. പ്രതികരിച്ചോ. ഇന്ന് രാത്രി കർത്താവിനോട് പറ, എനിക്കത് വേണം. ദൈവം അത് സെറ്റ് ചെയ്തിരിക്കുന്നു.
ദൈവം അത് സെറ്റ് ചെയ്തിരിക്കുന്നു. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത്, ഒരു കാതും നിന്റെ അപ്പാപ്പൻ കണ്ടിട്ടില്ലാത്തത്, നിന്റെ അമ്മായി കേട്ടിട്ടില്ലാത്തത്. വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചപ്പോ 3 പെമ്മക്കളുള്ള അപ്പനെ നോക്കി പറഞ്ഞു, നിന്റെ പിള്ളേരും നീയും കൂടെ ചിരട്ടയെടുത്ത് തെണ്ടുന്നത് ഞാൻ കാണുമ്പോടാ. ഇതായിരുന്നു ഉപ്പാപ്പന്റെ അനുഗ്രഹം. വിട്ടില്ല ദൈവം, വിട്ടില്ല ദൈവം. വിട്ടോ വിട്ടോ വിട്ടോന്ന് പറ. വിട്ടോ? ഇല്ലല്ലോ, ഇല്ലല്ലോ. ദൈവം നമ്മളെല്ലാം ആദരിച്ചില്ലേ? ദൈവം നമ്മളെല്ലാം ആദരിച്ചില്ലേ? ദൈവം നമ്മളെല്ലാം ആദരിച്ചില്ലേ? അത് ദൈവത്തിന്റെ വിശ്വസ്തത, അത് ദൈവത്തിന്റെ വിശ്വസ്തത. ഇന്ന് രാത്രി തൃപ്തിപ്പെടരുത്. മുന്നോട്ട് പോ, മുന്നോട്ട് പോ. ഇന്ന് രാത്രി മുന്നോട്ട് പോ. നിനക്ക് ചെയ്യാൻ ഒത്തിരി കാര്യങ്ങൾ ദൈവം ഒരുക്കി വച്ചിരിക്കുകയാണ്. ഇതുകൊണ്ട് പൗലോസ് പറയുന്നത്, പ്രാർത്ഥനയ്ക്കകത്ത് പൗലോസ് പറയുക, തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിന്. ജീസസ്. US വീസയും UK വീസയും ഓസ്ട്രേലിയൻ വീസയും ഏതെങ്കിലും ഗൾഫ് രാജ്യത്തെ വീസയുമല്ല. പൗലോസിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനം നിങ്ങളുടെ അകത്തോട്ട് കയറുമ്പോൾ പൗലോസ് പറയുക, തന്നെക്കുറിച്ചുള്ള ആ പരിജ്ഞാനത്തിൽ നിങ്ങളുടെ അകത്തോട്ട് ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും. ജീസസ്. ആൻഡ്രൂ ഫ്രൈസർ എന്ന് പറയുന്ന ദൈവദാസൻ, ആൻഡ്രൂ ഫ്രൈസർ, അദ്ദേഹം മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു യുവാവായ കർത്തൃദാസൻ അദ്ദേഹത്തെ കാണാൻ ചെന്നു. എന്നിട്ട് അദ്ദേഹം ഈ ആൻഡ്രൂ ഫ്രൈസറിനോട് ചോദിച്ചു, അല്ലയോ ദൈവദാസനെ, നിങ്ങൾ ഈ പറയുന്ന ഇത്രയും ആഴമേറിയ വെളിപ്പാട് നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ഉടനെ ആൻഡ്രൂ ഫ്രൈസർ പറയുക, യുവാവേ, ഞാൻ എൻ്റെ മുട്ടിൽ മണിക്കൂറുകൾ നിന്നിട്ട് ഞാൻ എൻ്റെ ദൈവത്തോട് പറയും, എൻ്റെ ഹൃദയത്തിന് വചനവും എൻ്റെ ആത്മാവിന് ക്രിസ്തുവിനെയും വെളിപ്പെടുത്തി തരണമേ. എൻ്റെ ബൈബിളിൻ്റെ ആദ്യത്തെ പേജിൽ ഞാൻ അത് എഴുതി വെച്ചിട്ടുണ്ട്, കർത്താവേ, എന്റെ ആത്മാവിന് ക്രിസ്തുവിനെയും എന്റെ ഹൃദയത്തിന് വചനത്തെയും വെളിപ്പെടുത്തി തരണമേ. പൗലോസ് പറയാ, ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിന് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് അറിയേണ്ടതിന്. അപ്പൊ ആർക്കാശ? ആർക്കാശ? എന്നെ വിളിച്ചതിൽ ആർക്കാശ? ദൈവത്തിന് ആശ. എന്നെ വിളിച്ചതിൽ എനിക്കല്ല ആശ. ആമേൻ. എന്റെ പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർക്കല്ല ആശ, എന്നെ വിളിച്ചവന്റെ ആശ. എന്നെ വിളിച്ചവന്റെ ആശ. ഹലോ, ആമേൻ. സ്തോത്രം. ദൈവസഭയുടെ 5ാമത്തെ സഭയിൽ 16 വർഷമായി ഞാൻ ദൈവസഭയിലെ പാസ്റ്ററായിട്ട് 5ാമത്തെ സഭയിലാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. എൻ്റെ വിളിയാലുള്ള ആശ എന്ന് പറയുന്നത് ആദ്യം 35 പേരുള്ള സഭയും പിന്നെ 45 പേരുള്ള സഭയും പിന്നെ 100 പേരുള്ള സഭയും പിന്നെ 110 പേർ. നോ, അതൊന്നുമല്ല എൻ്റെ വിളിയാലുള്ള ആശ. അതിനൊക്കെ ഒത്തിരി അപ്പുറത്താ പ്രിയര്. ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് എൻ്റെ വിളിയാലുള്ള ആശ. നമ്മുടെ വിളിക്കകത്തെല്ലാം വിളിച്ചവൻ ഒരാശ കിടപ്പുണ്ട്, വിളിച്ചവൻ ഒരാശ കിടപ്പുണ്ട്. ഇന്ന് രാത്രി എത്ര പേർ പറയും, കർത്താവ്, എനിക്ക് ആശയൊന്ന് കാണണം, എനിക്ക് അങ്ങയുടെ, എൻ്റെ വിളിക്കകത്ത് അങ്ങയുടെ ഹൃദയത്തിൽ കിടക്കുന്ന ആശയെ എനിക്കൊന്ന് കാണണം. ഇന്ന് രാത്രി അത് കാണാനുള്ള കണ്ണ് നിനക്കുണ്ടെങ്കിൽ, അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന നിനക്കുണ്ടെങ്കിൽ, ഞാൻ ആ ഭാഗം വേഗം കൺക്ലൂഡ് ചെയ്യാം. സ്തോത്രം. പ്രിയരെ, യേശുക്രിസ്തുവിനെ കുറിച്ച് പിതാവിന് നിർണയമുണ്ടായിരുന്നു. എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം, അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയം. സഭയെക്കുറിച്ച് നിർണയമുണ്ടായിരുന്നു, സഭയിലൂടെ വെളിപ്പെട്ട നിർണയം. അത് മാത്രമല്ല, നമ്മുടെ തെരഞ്ഞെടുപ്പ് സംബന്ധമായി ദൈവത്തിന് നിർണയമുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ആമേൻ, ഈ ക്രിസ്തുവിനെ കുറിച്ചും സഭയെക്കുറിച്ചും നമ്മുടെ വിളിയെക്കുറിച്ചുമൊക്കെ ദൈവത്തിന് നിർണയമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഓർത്തണം, നീ എന്ന വ്യക്തിയെക്കുറിച്ച് ദൈവത്തിന് നിർണയമുണ്ട്. അത് ദൈവം ഓർഡർ ചെയ്ത് വെച്ചിരിക്കുക, അത് ദൈവം പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുക, അത് ദൈവം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഇന്ന് രാത്രി അത് ചെയ്യാൻ കേൾക്കുന്നുണ്ടോ? ദൈവത്തോട് സംസാരിച്ചു നോക്കിയേ, ഒന്ന് പ്രാർത്ഥിച്ചേ. ആ വിളിയുടെ ഉദ്ദേശം എന്താ? നിങ്ങളുടെ വിളിക്കകത്തുള്ള ദൈവത്തിൻ്റെ ആശ എന്താ? ആ സ്വപ്നം എന്താ? എത്താൻ പറ്റിയോ? അതോ
അരയിൽ കെട്ടിയ ചണനൂൽ കച്ച പോലെ ഏറ്റവും ഒടുവിൽ ഒളിച്ചു വെച്ചിട്ട് തിരിച്ചെടുത്തപ്പോൾ വീണ്ടും ധരിക്കാൻ കഴിയാത്ത വിധത്തിൽ കേടുവന്നു പോയ കച്ച പോലെ നമ്മളായിപ്പോയോ? ഇന്ന് രാത്രി ഒരിക്കൽ കൂടി മടങ്ങി വരാൻ, റാബാന ഹസ്തന, ഒരിക്കൽ കൂടി മടങ്ങി വരാൻ, ഒരിക്കൽ കൂടി മടങ്ങി വരാൻ, ഒരിക്കൽ കൂടി മടങ്ങി വരാൻ, ഒരിക്കൽ കൂടി മടങ്ങി വരാൻ, ഒരിക്കൽ കൂടി നിയോഗത്തെ ഏറ്റെടുക്കാൻ, ഒരിക്കൽ കൂടി ആ പുതപ്പിനെ സ്വീകരിക്കുവാൻ. ഇന്ന് രാത്രി ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ നിയോഗത്തിന് വേണ്ടി നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചേ, ഏലിയാവിൽ നിന്ന് ഏലിശ പുതപ്പിന് വേണ്ടി നടക്കുമ്പോൾ ഏലിയാവ് ചോദിച്ച ചോദ്യം, നിന്നിൽ നിന്ന് ഞാൻ എടുത്തുകൊള്ളപ്പെടുന്നതിന് മുൻപ് നിനക്ക് എന്താ വേണ്ടുന്നത്? എന്തു കൊടുക്കാമെന്ന് പറഞ്ഞില്ല. ചോദ്യം ഏലിയാവിൻ്റേത്, ഉത്തരം ഏലിശയുടേത്, പക്ഷെ പദ്ധതി ദൈവത്തിൻ്റേത്. ചോദ്യം ഏലിയാവിൻ്റേത്, എന്തു വേണം? ഉത്തരം ഏലിശയുടേത്, പദ്ധതി ദൈവത്തിൻ്റേത്. കൃത്യം പറയാൻ പറ്റിയെന്നുള്ളതാ, കൃത്യം പറയാൻ പറ്റിയെന്നുള്ളത്. ആദ്യത്തെ 50 പുള്ളികൾ പറഞ്ഞു പോകരുത്, പോകരുത്, ഇവിടെ നിൽക്കേ. എലീശ പറഞ്ഞു നിങ്ങൾ മിണ്ടാതിരി. അടുത്ത 50 പേര് പറഞ്ഞു പോകരുത്, ഇവിടെ നിൽക്കേ. എലീശ പറഞ്ഞു നിങ്ങൾ മിണ്ടാതിരി. അടുത്ത 50 പേര് പറഞ്ഞു പോകരുത്, ഇവിടെ നിൽക്കേ, നിങ്ങൾ മിണ്ടാതിരി. പുള്ളി ഒടുവിൽ യോർദാൻ കയറി അങ്ങ് അക്കരെ ചെന്നു. ഹലോ ഹലോ സ്തോത്രം. തിരിച്ചു വന്നപ്പോ പുതപ്പുമായിട്ടാ വന്നത്. ഇതുവരെ വിലക്കിയവരുടെ ഭാഷ മാറി, വിലക്കിയവരുടെ ഭാഷ മാറി, വിലക്കിയവരുടെ ഭാഷ മാറി. ഓ, നീ പുതപ്പ് കയ്യിൽ വരുന്നത് വരെ വിലക്കുള്ളൂ. പുതപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നിന്റെ വിലക്കങ്ങ് മാറും. ഇന്ന് രാത്രി പിടികിട്ടുന്നവരുണ്ടെങ്കിൽ പ്രതികരിച്ചോ, പിടികിട്ടുന്നവരുണ്ടെങ്കിൽ പ്രതികരിച്ചോ. എടാ, വഴിയാ പോകുന്നവൻ എല്ലാം കയറി അങ്ങ് വിലക്കുക. അങ്ങനെയാണ് ഇങ്ങനെയാണ്. നോ 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 നോ. നിന്നെ വിലക്കുന്ന ഒരു സീസൺ ഉണ്ട്, നിന്നെ വിലക്കുന്ന ഒരു സീസൺ ഉണ്ട്, നിന്നെ വിലക്കുന്ന ഒരു സീസൺ ഉണ്ട്. ഈ പുതപ്പ് നിന്റെ തലയിൽ വീഴുന്നത് വരെ വിലക്കുള്ളൂ. പുതപ്പ് കിട്ടിക്കഴിയുമ്പോ ആമേ വിലക്കി അവരുടെ മനോഭാവം മാറും. ഇന്ന് രാത്രി ആരെങ്കിലും വ്യത്യസ്തരാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ, ഒന്നേകാൽ മാർഗമില്ല. അതും മേൽ ചൊരിയപ്പെടുന്ന അഭിഷേകമാ, അതും മേൽ പകരപ്പെടുന്ന അഭിഷേകമാ. മനസ്സിലാകുന്നവർ ഇന്ന് രാത്രി ആത്മാവിൽ ആത്മാവിൽ പ്രതികരിച്ചാട്ടെ. അടുത്ത ചില മിനിറ്റുകൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. ആരും ഈ ഗ്രൗണ്ട് വിട്ടു പോകരുത്. ചില മിനിറ്റുകൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിന്നാട്ടെ, ദയവായി എഴുന്നേറ്റ് നിന്നാട്ടെ, ദയവായി എഴുന്നേറ്റ് നിന്നാട്ടെ. വേഗം പ്രാർത്ഥിര്, വേഗം പ്രാർത്ഥിര്, വേഗം പ്രാർത്ഥിര്. ഇന്ന് രാത്രി ആമേൻ ദൈവ ഹൃദയത്തിന്റെ സ്പന്ദനത്തെ തിരിച്ചറിയാം, ദൈവ ഹൃദയത്തിന്റെ സ്പന്ദനത്തെ തിരിച്ചറിയാം, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നത്തെ തിരിച്ചറിയാം. ഇന്ന് രാത്രി അകത്തളത്തിൽ താല്പര്യമുള്ള എല്ലാവരും വേഗം പ്രതികരിച്ചു തുടങ്ങിയാട്ടെ, വേഗം പ്രതികരിച്ചു തുടങ്ങിയാട്ടെ, വേഗം പ്രതികരിച്ചു തുടങ്ങിയാട്ടെ, വേഗം പ്രതികരിച്ചു തുടങ്ങി. കണ്ണുകളടയ്ക്കുക, കണ്ണുകളടയ്ക്കുക. ഇന്ന് രാത്രി വേഗം പ്രാർത്ഥിരേ, ഈ രാത്രി വേഗം പ്രാർത്ഥിരേ. കർത്താവേ, അങ്ങയുടെ സ്വപ്നങ്ങളെ തിരിച്ചറിയാൻ, അങ്ങ് എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നവയെ തിരിച്ചറിയാൻ ഇന്ന് രാത്രി എന്റെ കണ്ണുകളെ തുറക്കണമേ, ഇന്ന് രാത്രി എന്റെ കണ്ണുകളെ തുറക്കണമേ. വേഗം പ്രാർത്ഥിരേ. പ്രസംഗകന്റെ ഡ്യൂട്ടി കഴിഞ്ഞു. ഇനി പ്രസംഗമല്ല, ഇനി ദൈവത്തോടുള്ള പ്രതികരണമാണ്. ഈ രാത്രി പ്രസംഗകനോടല്ല പ്രതികരിക്കുന്നത്, ദൈവത്തോട് സംസാരിക്കാൻ. തികഞ്ഞവരുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ കണ്ണടയ്ക്കരുത്, തികഞ്ഞവരുണ്ടെങ്കിൽ നിങ്ങൾ കൈയടിക്കരുത്, തികഞ്ഞവരുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കരുത്. എന്തെങ്കിലുമൊക്കെ ആകണമെന്ന് എവിടെയെങ്കിലും കൊതി കിടക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ആകണമെന്ന് എവിടെയെങ്കിലും ദാഹം കിടക്കുന്നുണ്ടെങ്കിൽ വേഗം ഇന്ന് രാത്രി ദൈവത്തോട് പറ, കർത്താവേ എന്നെ നിറയ്ക്കണമേ, എന്നെ നിറയ്ക്കണമേ, എന്നെ നിറയ്ക്കണമേ. ഇന്ന് രാത്രി ഗ്രൗണ്ടിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ആ പ്രാർത്ഥന യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഉയർന്നു വരട്ടെ, ഇന്ന് രാത്രി ഉയർന്നു വരട്ടെ, ഇന്ന് രാത്രി ഉയർന്നു വരട്ടെ. ഇന്ന് രാത്രി നിങ്ങളെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കാം. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ചാരം മൂടിക്കിടക്കുന്ന കനലുകളുടെ മീതെ നിന്ന് ഒരു വലിയ കാറ്റടിച്ച് ചാരം മാറിപ്പോയി കനലുകൾ പുറത്തു വരുന്നത് പോലെ കാലങ്ങൾ കൊണ്ട് മങ്ങിക്കിടന്ന ചിലതിനെ കർത്താവ് ഇന്ന് രാത്രി പുറത്തിറക്കുവാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ
പഴയ പ്രാർത്ഥനാ ജീവിതം മടങ്ങി വരട്ടെ. പഴയ വചന വെളിപ്പാട് മടങ്ങി വരട്ടെ. പഴയ പ്രവചനത്തിന്റെ ശക്തി മടങ്ങി വരട്ടെ. നഷ്ടപ്പെട്ടുവെന്ന് പറയുന്നത് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി മടങ്ങി വരട്ടെ. പഴയ ശുശ്രൂഷയുടെ വേഗത ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ മടങ്ങി വരട്ടെ. പഴയ പ്രതാപം ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ മടങ്ങി വരട്ടെ. മടങ്ങി വരട്ടെ. മടങ്ങി വരട്ടെ. നീ എന്റെ ദീപത്തെ കത്തിക്കും, എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും എന്ന് വചനത്തിൽ വായിക്കുന്നത് പോലെ ഇന്ന് രാത്രി വേഗം പ്രതികരിക്കാം. പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് രാത്രി ദീപത്തെ കത്തിക്കത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ ശക്തിയുടെ കനത്ത പ്രവാഹം ഈ ഗ്രൗണ്ടിൽ ഇന്ന് രാത്രി വ്യാപരിക്കുന്നു. ഈ ഗ്രൗണ്ടിൽ ഇന്ന് രാത്രി വ്യാപരിക്കുന്നു. ഈ ഗ്രൗണ്ടിൽ ഇന്ന് രാത്രി വ്യാപരിക്കുന്നു. ഇത് പെന്തക്കോസ്ത് മീറ്റിംഗ് ആണ്. ഇത് ചച്ചങ്കാടിന്റെ ജനറൽ കൺവെൻഷൻ ആണ്. ഇടം വരെ നോക്കേണ്ട, പ്രതികരിക്കാൻ. കത്തട്ടെ, ദീപങ്ങൾ കത്തട്ടെ, ദീപങ്ങൾ കത്തട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കാലങ്ങളായി നീ കാത്തിരുന്നില്ലേ? കാലങ്ങളായി നീ കാത്തിരുന്നില്ലേ? ഓ, എന്റെ മേലൊരു പകർച്ച, എന്റെ തലമേലൊരു അഭിഷേകം ഇന്ന് രാത്രി അത് 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 അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെ ദൈവം ചിലരുടെ മേലെ ഇടാൻ പോകുന്നു. വേഗം പ്രതികരിക്കുക, വേഗം പ്രതികരിക്കുക. നിർത്തരുത്, നിർത്തരുത്. ഇന്ന് രാത്രി കരങ്ങൾ തട്ടി ആത്മനിറവിൽ അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കുക. ഇന്ന് രാത്രി അത് വെളിപ്പെടട്ടെ. ഇരുട്ടിലെ നിക്ഷേപങ്ങൾ, മറവിടങ്ങളെ ഗുപ്ത നീതികൾ, കാലങ്ങൾ കൊണ്ടതിന്റെ ശുശ്രൂഷ വേദിയിൽ വരൾച്ചകൾക്ക് ഈ രാത്രി വിരാമം കുറിക്കപ്പെടട്ടെ. ഇതുവരെ പറയാത്തത്, ഇതുവരെ കേൾക്കാത്തത് വായിൽ നിന്ന് ഒഴുകുന്നത് പോലെ ജീവാന ഹസ്തന അടകൽ കമന ഘടകദന രഗദൽ കമന ഘടകദന അർത്ഥമന ഘടകദന രഗദൽ കമന ഘടകദന. ഈ രാത്രി ആരൊക്കെയോ, ഈ രാത്രി ആരൊക്കെയോ കണ്ണുനീരോടുകൂടെ ദൈവത്തിന്റെ കൃപാസനത്തെ തൊടുന്നു. ഈ രാത്രി ആരൊക്കെയോ വലിയ കൊതിയോടുകൂടെ ദൈവത്തെ സ്പർശിക്കുന്നു. വേഗത, വേഗത. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക. വചനത്തിൽ വായിക്കുന്നത് പോലെ നിന്റെ വായ വിസ്താരത്തിൽ തുറക്കുക, നിന്റെ വായ വിസ്താരത്തിൽ തുറക്കുക. എലിശയെ, നീ ആ ഇരട്ടി പങ്ക് ചോദിക്കുമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. മോശയെ, നീ ദൈവ സാന്നിധ്യം കൊതിക്കുന്നുവെന്ന് പറയുമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി ദൈവം ആഗ്രഹിക്കുന്നത് വേഗം വായി തുറന്ന് പറയുക. റാബാന ഹസ്തന അടകൽ കമന ഘടകദന രഗദൽ കമന ഘടകദന. ഇന്ന് രാത്രി ദൈവശക്തി, ദൈവശക്തി ഈ പന്തലിന്റെ അകത്ത് വ്യാപരിക്കുന്നു. ഇന്ന് രാത്രി ദൈവ മഹത്വ ഈ പന്തലിന്റെ അകത്ത് വ്യാപരിക്കുന്നു. ഇന്ന് രാത്രി ദൈവ കൃപ ഈ പന്തലിന്റെ അകത്ത് വ്യാപരിക്കുന്നു. കാലങ്ങളായി കാത്തു നിന്ന് ആമേൻ മഴ പെയ്യുന്നത് പോലെ ഇന്ന് രാത്രി ചിലരുടെ മേൽ ഒരു പകർച്ച പെയ്തിറങ്ങുന്നു. ആമേൻ. യെശയ്യാവിന്റെ പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ കെട്ടി നിന്നതും യഹോവയുടെ ശ്വാസം തള്ളിപ്പായിക്കുന്നതുമായ നദി പോലെ അവൻ വരുമെന്ന് വായിക്കുന്നത് പോലെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ശ്വാസം ചിലതിനെ തള്ളിപ്പായിക്കുകയാണ്. ദൈവത്തിന്റെ ശ്വാസം ചിലതിനെ തള്ളി ഇറക്കുന്നു. പ്രതികരിക്കുക, 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 പ്രതികരിക്കുക. നിർത്തരുത്, 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 നിർത്തരുത്. ആത്മാവിൽ, ആത്മാവിൽ പണ്ടുള്ളതിനെ ഓർക്കേണ്ട, മുൻപുള്ളതിനെ നിരൂപിക്കേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന്, ഇതാ ഞാൻ പുതിയതൊന്ന്, ഇതാ ഞാൻ പുതിയതൊന്ന്, ഇതാ ഞാൻ പുതിയതൊന്ന്. ഹസ്തന അടകൽ കമന ഘടകദന രിഗദഗന ഘടകദന അർത്ഥന. ഇത് നഷ്ടമല്ല കേട്ടോ, ഇത് നഷ്ടമല്ല, ഇത് നഷ്ടമല്ല. ആർക്കൊക്കെയോ വേണ്ടി പുതിയത് ചിലത്, ആർക്കൊക്കെയോ വേണ്ടി പുതിയത് ചിലത്. രക്തം ജയം, രക്തം ജയം, രക്തം ജയം, രക്തം ജയം, രക്തം ജയം. ഇന്നലകളുടെ കണ്ണുനീരുകളെ മറക്കുന്നത് പോലെ, ഇന്നലകളുടെ തകർച്ചകളെ മറക്കുന്നത് പോലെ, ഇന്നലകളുടെ വേദനകളെ മറക്കുന്നത് പോലെ പുതിയത് ഈ രാത്രി, 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 പുതിയത്. യേശുവിന്റെ നാമത്തിൽ ഇതുവരെ പറയാത്ത, ഇതുവരെ പറയാത്ത, ഇതുവരെ പറയാത്ത പുതിയ ഭാഷ, ഇതുവരെ ചെയ്യാത്ത പുതിയ ഒരു ശുശ്രൂഷ, ഇതുവരെ പോകാത്ത പുതിയ ചില ആത്മമണ്ഡലങ്ങൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ നമുക്ക് വേണ്ടി തുറക്കപ്പെടുന്നു, നമുക്ക് വേണ്ടി തുറക്കപ്പെടുന്നു, നമുക്ക് വേണ്ടി തുറക്കപ്പെടുന്നു. ഒരുമിച്ച് ഇന്ന് രാത്രി കരങ്ങൾ അടിച്ച്, കരങ്ങൾ അടിച്ച് ആത്മാവിൽ പ്രതികരിക്കുക. Oh Jesus, യേശുദായി തോട്ടം
മരണത്തിനുള്ളിൽ ജീവയാമി പകർന്നിടുവാൻ ജീവനുള്ള പാട്ട് പാടുവാൻ സാക്ഷി ചൊല്ലുവാൻ ദൂതരീക്കാൻ സഭയുണരുവാൻ ജീവനുള്ള പാട്ട് പാടുവാൻ സാക്ഷി ചൊല്ലുവാൻ ദൂതരീക്കാൻ സഭയുണരുവാൻ
ആ കരങ്ങളെ രണ്ട് കർത്തൃസനത്തിൽ ഉയർത്തിപ്പിടിച്ചാട്ടെ. ഒറ്റ മിനിറ്റ് കൂടെ നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. അഭിഷക്തന്മാരെ, എന്നേക്കാൾ അധികം ശുശ്രൂഷിച്ച, എന്റെ പ്രായത്തെക്കാൾ അധികം ശുശ്രൂഷിച്ച കർത്തൃദാസന്മാർ വേദിയിലുണ്ട്. ഞാൻ ജനിക്കുന്നതിനേക്കാൾ 10 വർഷം മുൻപ് മിനിസ്ട്രിയിൽ വന്ന കർത്തൃദാസൻ എനിക്ക് മുമ്പ് പ്രസംഗിച്ചു. ജീസസ്. ഞാൻ നിങ്ങളുടെ ഇടയിലെ ഒരു എളിയ ശുശ്രൂഷകനായി നിന്ന് ദൈവം എനിക്ക് തന്ന നിയോഗത്തിൽ ഞാൻ ചോദിക്കുക, നമ്മുടെ പ്രായമോ നമ്മുടെ ശുശ്രൂഷയെല്ലാം മറക്കുക. എന്നിട്ട് ദൈവത്തോടൊന്ന് സംസാരിച്ച് കർത്താവിനോട് ചോദിച്ച്, കർത്താവേ, എനിക്ക് അങ്ങയുടെ ഇഷ്ടത്തിൽ ഒന്ന് എത്താൻ പറ്റുമോ? പ്രാർത്ഥിക്കുക. എനിക്ക് അങ്ങയുടെ ഇഷ്ടത്തിൽ ഒന്ന് എത്താൻ പറ്റുമോ? സംസാരിക്കുക. നിങ്ങൾ കർത്താവിനോട് സംസാരിക്കും. പ്ലീസ് പ്ലീസ്, അങ്ങയുടെ ഇഷ്ടത്തിൽ എനിക്ക് ഒന്ന് എത്തണം അപ്പ. പ്രാർത്ഥിക്കുക. എല്ലാ വർഷത്തെയും പോലെ ഒരു സമ്മേളനമായി യോഗം തീരാതെ ഈ ജനറൽ കൺവെൻഷനും അങ്ങനെ ഞായറാഴ്ച അവസാനിച്ചു പോകാതെ അടുത്ത ഒരു പടി ഒന്ന് ചവിട്ടിക്കേറാൻ, ദൈവത്തിന്റെ ഇഷ്ടത്തിനകത്തേക്കൊന്ന് വളരാൻ കർത്തൃദാസന്മാർ പ്രാർത്ഥിക്കുക. എനിക്കറിയാം, പ്രായം കൊണ്ട്, ശരീരത്തിന്റെ ക്ഷീണം കൊണ്ടും ബലഹീനരാണെങ്കിലും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒത്തിരി പിതാക്കന്മാർ ഇതിന്റെ നടുവിലുണ്ട്. ഇന്ന് രാത്രി പറ, കർത്താവേ, എന്റെ ആഗ്രഹത്തിനപ്പുറത്ത് അങ്ങയുടെ ഇഷ്ടത്തിലേക്ക് എന്നെ ഒന്ന് വളർത്തണമേ. ഹന്നായെ, നീ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നീ വെറും ഹന്നയായി മരിക്കും. പക്ഷെ ഈ ആലയത്തിനകത്ത് നടത്തുന്ന ഒറ്റ പ്രാർത്ഥന നിന്നിൽ നിന്നൊരു ശമൂവേലിനെ പുറത്തു കൊണ്ടുവരും. എബ്ബേസേ, നീ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നീ ഒരു എബ്ബേസായി തന്നെ മരിക്കും. പക്ഷേ നീ നടത്തുന്ന ഒറ്റ പ്രാർത്ഥനയുണ്ടല്ലോ, നിന്റെ സഹോദരന്മാരിൽ ഏറ്റവും മാന്യനാക്കി നിന്നെ മാറ്റും. അതേ വിധത്തിൽ ഇന്ന് രാത്രിയിൽ ഈ ഗ്രൗണ്ടിൽ നീ നടത്തുന്ന ഒരൊറ്റ പ്രാർത്ഥന, സഹോദരി നീ നടത്തുന്ന ഒരു പ്രാർത്ഥന, സഹോദര അഭിഷക്തനെ നിങ്ങൾ നടത്തുന്ന ഒറ്റ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതിയെ തിരിച്ചുവിടാൻ പര്യാപ്തമായതാണെന്ന് തിരിച്ചറിയാൻ ഇന്ന് രാത്രി ഹൃദയത്തിൽ ഒരു വെളിപ്പാട് വ്യാപരിക്കുന്നുണ്ടോ? പ്രാർത്ഥീര്. എങ്ങനെയാണ് പ്രാർത്ഥീര്? ഇടത്തും വലത്തും നോക്കരുത്. ഒന്ന് അലറി വിളിച്ചു പ്രാർത്ഥിക്കണമെങ്കിൽ ഇന്ന് രാത്രി അങ്ങനെ ഒന്ന് പ്രാർത്ഥീര്. അപ്പാ എന്ന് വിളിച്ച് അർത്ഥമന ഒരപ്പൻ തന്റെ മകനെ ഓർത്ത് വിലപിക്കുന്നത് പോലെ നമുക്കായി തയ്യാറാക്കിയ പദ്ധതികളുടെ അകത്തേക്ക് നമുക്കൊന്ന് കയറാൻ കഴിയാത്തത് കൊണ്ട് കരയുന്ന ഒരപ്പൻ നമുക്ക് വേണ്ടി ഇന്ന് രാത്രി സ്വർഗത്തിലുണ്ട്. ഇന്ന് രാത്രി പറ, അപ്പാ, ഇനി ഒരിക്കൽ കൂടി എന്നെ ഓർത്ത് ദുഃഖിക്കാൻ, കരയാൻ ഞാൻ സംഗതിയാക്കുകയല്ല. പ്രാർത്ഥിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ ദാസൻ ഉദ്ഘാടനം ചെയ്ത ഈ യോഗത്തിന്റെ 2ാമത്തെ രാത്രിയുടെ അവസാനത്തെ മിനിറ്റ് ഞങ്ങൾ ഒരുമിച്ച് തിരുമുഖത്തേക്ക് നോക്കുന്നു. ഞങ്ങൾക്ക് മിനിസ്ട്രിയിലേക്ക് കയറി വന്നപ്പോൾ, ദൈവസഭയിലേക്ക് കയറി വന്നപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ വ്യാപരിച്ച ചില പ്രയാസങ്ങൾ, ചില സങ്കട കടലുകൾ ദർശനങ്ങളെ ഊതിക്കെടുത്തുന്നത് പോലെ പല സന്ദർഭങ്ങളിലുമായിപ്പോയി. ആത്മീയ ജീവിതത്തിന്റെ നാൾ വഴികളിൽ പ്രാർത്ഥന കൈമോശം വന്നു, ശുശ്രൂഷയുടെ മൂർച്ച കൈമോശം വന്നു, വെളിപ്പാടുകളുടെ ആഴങ്ങൾ കൈമോശം വന്നു. എന്നാൽ ഇന്ന് രാത്രി ഈ 94ാമത്തെ ജനറൽ കൺവെൻഷന്റെ 2ാമത്തെ രാത്രി ഞങ്ങൾ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മേൽ അതിനെ മടക്കി നൽകണമേ, ഞങ്ങളുടെ മേൽ അതിനെ മടക്കി നൽകണമേ, ദൈവസഭയുടെ മേൽ അതിനെ മടക്കി നൽകണമേ. ഈ പ്രാർത്ഥിക്കുന്ന അഭിഷക്തന്മാരുടെ മേൽ, ഈ കർത്തൃദാസിമാരുടെ മേൽ ഇന്ന് രാത്രി അത് മടക്കി നൽകണമേ. സ്വർഗം അത് ചെയ്താട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനയെ വർദ്ധിപ്പിക്കണമേ, ഞങ്ങളുടെ വചനധ്യാനത്തെ വർദ്ധിപ്പിക്കണമേ, ഞങ്ങളുടെ ശുശ്രൂഷയ്ക്ക് മൂർച്ച വർദ്ധിപ്പിക്കണമേ. നിറഞ്ഞ മനസ്സോടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം ചൊല്ലി ഈ കൂട്ടത്തെ അപ്പാ അങ്ങയുടെ കൃപയിൽ മാത്രം ശരണപ്പെട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ അസ്ഥികളുടെ ബലം കുറയരുത്, ശരീരത്തിൻ്റെ ആരോഗ്യം ക്ഷയിക്കരുത്. ഇവർ അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടണം, പുറത്തു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടണം. ആകാശത്തിലെ വിശേഷം മഞ്ഞുകൊണ്ടും ആമേൻ സ്തോത്രം മേൽത്തരമായ ഗോതമ്പിന്റെ അകക്കാമ്പ് കൊണ്ടും പാറയിലെ തേൻ കൊണ്ടും ഈ ജനം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ആർക്കും തടുക്കുവാൻ കഴിയാത്ത, ആർക്കും പിടിച്ചു കെട്ടുവാൻ കഴിയാത്ത അളവിൽ നിന്റെ ജനത്തെ വർദ്ധിപ്പിച്ചയച്ചാട്ട് ദൈവം അത് ചെയ്യും, യേശുവിൻ നാമത്തിൽ തന്നെ. അനുഗ്രഹിക്കപ്പെട്ട ആലോചനയ്ക്കായി നമുക്ക് ചേർന്ന് കർത്താവിനെ സ്തുതിക്കാമല്ലോ. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ്
കർത്താവിൻ്റെ ദാസനെ നമ്മുടെ നടുവിൽ ശക്തിയായി ഉപയോഗിക്കുവാനിടയായി. കേൾക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനം നല്ല നിലത്ത് വീണ വിത്ത് പോലെ അത് 30, 60, 100 മേനിയായി പ്രയോജനപ്പെടേണ്ടതിന് ഒരു നിമിഷം എല്ലാവരും തങ്ങളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ ഞാനും നിങ്ങളും എത്തിച്ചേരേണ്ടതിന് നമുക്ക് നമ്മെ തന്നെ ഒരു നിമിഷം സമർപ്പിച്ച് എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ സകല വിഷയങ്ങളെ വഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ എ. മത്തായി അവരുകൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പദാന്തിക്ക് ചേർന്നു വന്ന് അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ ഈശോയോടുകൂടെ നിന്റെ ജനത്തിന് ആവശ്യമുള്ളതെല്ലാം അവിടുന്ന് നിന്റെ വചനത്തിന് ശക്തിയുടെ വെളിപ്പാടിനാൽ നൽകിയതുകൊണ്ട് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കാലങ്ങൾ മറന്നു കർത്താവ്, യുഗങ്ങൾ തീരാറായി. ഞങ്ങളുടെ അരുമനാഥന്റെ വരവിനോട് ഞങ്ങൾ അടുക്കുന്നു എന്നുള്ള ഓർത്തുകൊണ്ട് ഞങ്ങൾ കേൾക്കുന്ന വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് കർത്താവെ പ്രത്യാശയോടുകൂടെ നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ഒടുവിൽ കേട്ടതുപോലെ അങ്ങക്ക് ഞങ്ങളെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്, ഞങ്ങളെക്കുറിച്ചൊരാശയുണ്ട്, ഒരാഗ്രഹമുണ്ട് രാജാ. അത് ഞങ്ങൾ അറിയുന്നു. പലപ്പോഴും അത് പൂർണ്ണമാക്കുവാൻ കഴിയാതെ തോറ്റുപോയ സമയങ്ങളുണ്ടെങ്കിലും അപ്പൻ ഇന്ന് രാത്രി വീണ്ടും ഞങ്ങളെ ഉണർത്തിയത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം. രാജാപ്പിൻ്റെയും ആ വചനത്തിൻ്റെ ശക്തി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴമായി പതിഞ്ഞ് ഞങ്ങളോട് സംസാരിക്കുവാൻ രാത്രിയുടെ യാമങ്ങളിൽ കർത്താവെ ഉണർന്ന് നിന്നോട് പറ്റിച്ചേരുവാനുള്ള കൃപ തന്ന് ഞങ്ങളെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദാസനെ ഇതിനായി ബലപ്പെടുത്തിയത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം. പിന്നെയും വരുന്ന ആളുകളിൽ ആ സ്ഥലങ്ങളിൽ വിശ്വസ്തനായി നിന്നുകൊണ്ട് നിന്റെ വില ചെയ്യുവാൻ കൃപ പകരണമേ. ഓർച്ചയ്ക്കായി സ്തോത്രം. അവൻ്റെ ദാസനെ അധിമതിമായി ബലപ്പെടുത്തണം. എല്ലാ ദൈവദാസന്മാരെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രിയനെ, അടുത്ത ദിവസങ്ങൾ നടക്കുന്ന മീറ്റിങ്ങുകൾ ഏറ്റവും അനുഗ്രഹമായിരിക്കാൻ പരിശുദ്ധാത്മാവ് മൂലം കൃപ നൽകണമേ. ഈ രാത്രി അടിയങ്ങൾ വിവിധ സ്ഥലങ്ങളിലേക്ക് കടന്നു പോകുന്നു. സാന്നിധ്യം കൂടെ പറഞ്ഞു. വാഹനങ്ങളെ കാത്തുകൊള്ളണം. യാത്രയിൽ സഹായിച്ച് മഹത്വം എടുക്കണം. ക്രിസ്തുയേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. നമ്മുടെ കർത്താവും പ്രിയ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നാം എല്ലാവരോടും ലോകമെങ്ങും ചിതറിപ്പാർക്കുന്ന തൻ്റെ വിശുദ്ധ ഗണത്തോടും കൂടെ കർത്താവിൻ്റെ വരവരെയും ഇരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവാം യേശുവേ വരണമേ. ആമേൻ. ഒരു വാഹനത്തിൻ്റെ ചാവി ലഭിച്ചിട്ടുണ്ട്. ഉടമസ്ഥർ വന്നാൽ ലഭിക്കുന്നതായിരിക്കും. നാളത്തെ പ്രോഗ്രാം ഒരിക്കലൂടെ ഒന്ന് ഓർപ്പിക്കട്ടെ. രാവിലെ 8 മുതൽ 9 വരെ ധ്യാന യോഗം, 9 മുതൽ 12:50 വരെ കോൺഫറൻസ്, ഉച്ചകഴിഞ്ഞ് 2 മുതൽ 4:30 വരെയും കോൺഫറൻസ്. പാസ്റ്റർമാർക്കും വിശ്വാസികൾക്കും പങ്കെടുക്കാവുന്നതാണ്. വൈകുന്നേരം 5:30 പൊതുയോഗം പ്രാർത്ഥിച്ചാരംഭിക്കും. ഈ യോഗങ്ങളിലെല്ലാം അഭിഷിക്തരായ ദൈവദാസന്മാർ ശുശ്രൂഷിക്കും. പ്രാർത്ഥനയോടെ എല്ലാവരും കടന്നു വരിക.